അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. സുന്ദരി മാതാവ് സമയത്തിനധികമായ പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ചൊതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾ സംസാരിച്ച ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവെ, കൃപ വന്ന് പെട്ടിരിക്കുന്ന വഴികൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ,
പല വിഷയങ്ങളെക്കുറിച്ചും ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ രോഗപീഠകൾ, വേദന രോഗങ്ങൾ, മറ്റ് വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ, കേസുകൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥലെ ഞാൻ നിങ്ങളെ യേശുനാമത്തെ ആശീർവദിക്കുന്നു. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാശ്വരശ്വരെ നീക്കുവാവേ. എൻ്റെ സഹോദരങ്ങളെ, ഇന്നത്തെ ആൾക്കാരുടെ ആധ്യാത്മികതയില്ലേ, എനിക്കത് വളരെ പൂർവികരെക്കാളും വളരെ സത്യസന്ധമായ ആധ്യാത്മികതയിൽ നിന്നുള്ളത്. അതിൻ്റെ കാരണങ്ങളിലൊന്ന്, പൂർവികർക്ക് ബൈബിള് അധിഷ്ഠിതമായിട്ടുള്ള ആധ്യാത്മികത കുറവായിരുന്നു. കാര്യം ബൈബിള് ഇതുപോലെ വ്യാഖ്യാനിച്ച് കൊടുക്കുകയോ വചനാധിഷ്ഠിതമായിട്ട് ജീവിതം ക്രമീകരിക്കുന്നതിൻ്റെ സാങ്കേതിക വശങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യാനുള്ള സംവിധാനങ്ങളില്ലായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. നമ്മൾ ആൾക്കാരോട് എന്തെങ്കിലും പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കുക മാത്രമല്ല, ആൾക്കാരത് അപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച നിങ്ങളുടെ കൂടെ ധ്യാനത്തിൽ പറഞ്ഞ രമ്യ വർഗീസൊക്കെ ഇതിൻ്റെ ഉസ്താദന്മാരാണ്. പക്ഷേ അവർ ആപ്ലിക്കേറ്റ് ചെയ്യും. എന്ത് സംഭവം കിട്ടിയാലും ആ വചനം, ഇപ്പം നോട്ട് ബൈ മെറിറ്റ് എന്തുമാത്രം സാർവലൗകിക സാർവജനീയമായി എല്ലാവരും നോട്ട് ബൈ മെറിറ്റ് പറയുന്നില്ലേ? പറയണവരാരാണ്? ഇത് കൂടുതലും വിദ്യാർത്ഥികളാണ്. മാസ്റ്റർ ഡിഗ്രി എടുക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇത് പറയണത്. ഞങ്ങൾ അവസാനമേക്ക് മനസ്സിലായി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇത് നോട്ട് മെറിറ്റിലെ വർക്ക് ചെയ്തോ. അപ്പോൾ അവർ പറയാതെ ഞങ്ങൾക്ക് കണ്ണു പറയാം. എന്ന് വെച്ചാൽ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ എന്നെക്കൊണ്ട് വയ്യ, ഇത് നോട്ട് ബൈ മെറിറ്റിലെ വർക്ക് ചെയ്തോ കേട്ടോ, അമ്മ ഇടപെട്ടിലേക്ക് നടക്കത്തില്ല. അപ്പം ആ ഉടമ്പടിയുടെ കാമ്പ് എടുത്തിട്ട് തന്നെ അവർ പ്രേയറാക്കി മാറ്റും. ഇനി അവരുടെ തന്നെ അമ്മയോട് ഡിസ്കസ് ചെയ്യാനുള്ള ആംബിയർ കൂട്ടാൻ വേണ്ടി എന്നാ അവർ ചുറ്റും നടന്ന് പ്രേക്ഷക പ്രവർത്തനം ചെയ്യും. ആ രമ്യ വർഗീസും 3 കുഞ്ഞുങ്ങളുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയാണ്. അവരോട് ഞാൻ 25 കിലോമീറ്റർ ഞാനെൻ്റെ കുഞ്ഞുങ്ങളും പോയി പത്രം കൊടുത്തോണ്ടിരിക്കുമെന്നു. ആ കുഞ്ഞുങ്ങളോട് നടന്നിട്ട്, ചെറിയ കുഞ്ഞുങ്ങളാണ്, നടക്കാൻ പറ്റിയ കുഞ്ഞുങ്ങളായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അവർ 25 കിലോമീറ്റർ പോയി നടന്നു പോയി പത്രം കൊടുക്കുക. അപ്പോൾ എന്താ പ്രശ്നം? അതിന് വരുന്ന വിഷയമായിട്ട് പത്രം കൊടുത്തു എന്നതിനേക്കാൾ ഉപരി ദൈവത്തിന് അവരെ വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ദൈവത്തിന് ഒരു ഉറപ്പായിട്ടുള്ളൊരു പാറയായിട്ട് നമ്മൾ മാറുകയാണ്. കാര്യം ഈ പാറമേൽ എൻ്റെ പള്ളി പണിയുന്നതിലേക്ക് 10 ദിവസം കൊണ്ട് ഈശോ പറഞ്ഞത്, ഈ പാറമേൽ എൻ്റെ പള്ളി പണിയും. അപ്പൊ ആ വചനം എടുത്തേ, മത്തായി 16:18. മത്തായി 16:18. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഇപ്പൊ ഇന്ന് വിഷയം ഈ പാറമേൽ എന്നുള്ള വാക്കിനാണ് പ്രാധാന്യം. നമുക്ക് ദൈവത്തിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉറപ്പായിരുന്ന വെള്ളത്തിൽ ദൈവം കൊണ്ടുവന്ന് പെയിന്റ് അടിക്കത്തില്ലെന്നൊക്കെ അറിയാമല്ലോ. ഐസ് പെയിന്റ് അടിക്കണമെന്ന് കേട്ടിട്ടില്ലേ? ഐസ് പെയിന്റ് അടിച്ചാൽ ഇപ്പോൾ ബ്രഷ് എടുക്കുമ്പോൾ തന്നെ അത് ഉരുകിപ്പോവും. അപ്പം ദൈവം ഇങ്ങനെ ഐസ് കെട്ടിലൊന്നും പെയിന്റ് അടിക്കത്തില്ല. അപ്പം നിങ്ങൾ ഐസായി ഇങ്ങനെ മാറി മാറി ലക്ഷണം മാറുന്ന ആൾക്കാരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവം വർക്ക് ചെയ്യത്തില്ല. ദൈവം പറഞ്ഞ എന്താണ്? ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും. ഇപ്പം രമ്യ വർഗീസ് ഒരു പാറയാണ് ശരിക്കും പറഞ്ഞാൽ. രമ്യ വർഗീസ് ഭർത്താവിൻ്റെ അസുഖത്തിന് അവരെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഡൊമിനിക്കിനോടും വൈഫിനോടും പറഞ്ഞ പോലെ തന്നെ രമ്യ കൃപാസൻ ചവിട്ടിയപ്പോൾ തന്നെ അമ്മ പറഞ്ഞ്, മകളെ ദുരന്തം ഉണ്ടാകാൻ പോകണം, പ്രാർത്ഥിക്കാം. അപ്പം രമ്യ ഉടനെ വിവേചിച്ചു, ഇത് അമ്മയുടെ പ്രത്യക്ഷയുടെ സന്ദേശമാണല്ലോ, അപ്പം അമ്മയാണല്ലോ എന്നെ ഇവിടെ കൊണ്ടുവന്നത്, അമ്മ അറിയാതെ ഒന്നും ജീവിതത്തിൽ സംഭവിക്കത്തില്ലല്ല, അതുകൊണ്ട് നമുക്ക് ഉടമ്പടി എടുത്തിട്ട് പോകാമെന്ന്. ഉടമ്പടി എടുത്തിട്ട് രമ്യ വർഗീസ് ഭർത്താവിനെ എന്നെ കാണിക്കാൻ വന്നു. അപ്പം ഞാൻ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ച്. അപ്പം രമ്യ സാക്ഷ്യം പറയണത്, അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അച്ഛൻ എന്ത് പന്തികേട് തോന്നിക്കാമായിരിക്കും, അച്ഛൻ എന്നെ തട്ടിയെന്ന്. അച്ഛൻ ഇങ്ങനെ എൻ്റെ ഭുജത്തിൽ ഇങ്ങനെ തട്ടി. അപ്പം എനിക്ക് കിട്ടിയ മെസ്സേജ്, കർത്താവിൻ്റെ ഹിതം എന്താണ്, അത് നീ സ്വീകരിക്കണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞത്.
അപ്പോൾ കർത്താവിൻ്റെ എൻ്റെ ഭർത്താവ് പിറ്റേ ആഴ്ച മരിച്ചുപോയി, കർത്താവിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് പറഞ്ഞ ദുരന്തം ഇതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ദൈവഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് ഞാനത് ഏറ്റെടുത്ത്. അതാണ് ഈ പാറയെന്ന് പറഞ്ഞ സാധനം. അല്ല, ഞാനത്ര പ്രാർത്ഥിച്ചതാണ്. ഞാനിപ്പോൾ പണ്ട് ഓർക്കൊണ്ടേ, ഞാൻ ഒരു വീട്ടിലൊരു മരിപ്പിന് ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ച ഒരു വീട്ടിൽ, ഓട്ടോറിക്ഷയിൽ ലോറി ഇടിച്ച് മരിച്ചു. എൻ്റെ ഇടവക്കാരനാണ്. അപ്പോൾ അവനിങ്ങനെ മരിച്ച് കുരിശൊക്കെ പിടിച്ച് അവൻ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പോയി ഒപ്പിസിയല്ലേ, എല്ലാവർക്കും ദുഃഖമുണ്ട്. കാര്യം നാട്ടുകാരനാണ്, അറിയാവുന്ന ആളായതുകൊണ്ട് എല്ലാവർക്കും ദുഃഖമുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നെ കണ്ടപ്പോൾ ആ ചേടുത്തി അവൻ്റെ അമ്മ പറഞ്ഞേ, എൻ്റെ അച്ഛാ, എത്ര കുരിശിട്ട് ഞാനിവിടെ കിടത്തി ഉറക്കിയതാണ്, അവസാനം അവൻ കുരിശി പിടിച്ച് കിടക്കുകയാണ്. നമ്മളെ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ ചേടുത്തിമാരുടെ പാട്ടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല. ആ മകൻ കിടക്കാൻ നേരത്ത് കുരിശിട്ടെന്ന് കാണുമ്പോൾ ഈ അമ്മ പറയണതേ, അച്ഛനെ തോട്ടി ദൈവത്തിനെ ഉപദ്രവിക്കാൻ അവരുടെ ഉദ്ദേശം. അച്ഛനൊരു പ്രതിനിധിയായിട്ട് വന്നിരിക്കണമല്ലേ ദൈവത്തിൻ്റെ. അപ്പം അച്ഛനെ തോട്ടി ദൈവത്തിനെ ഒളിഞ്ഞ് ഈ ബാല്യ അമ്പെയ്ത പോലുള്ള ഈ അമ്പെയ്ത്താണ് സംഭവം. ഒരു ദുഃഖം വരുമ്പോൾ ഈ വില്ലാളി വീരത്തികളൊക്കെ വരും. ഒരു ദുഃഖം വരുമ്പോൾ അവരതിനാൽ അവർക്ക് തീരുമാനമാവും. എന്താ കാര്യം? ഇങ്ങനെയുള്ള ഒരു ഹൃദയത്തിൽ ഒരു സ്ഥലത്ത് ദൈവം ഒരിക്കലും ഒന്നും ചെയ്യത്തില്ല. അതാണ് ഈ പാറമേൽ. ഏത് പാറയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ഉടമ്പടി പാറയാണ്. എന്ത് പറയണത്? അത് എടുത്തേ. മത്തായി 7:24. മത്തായി 7:24. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. ഈ പാറമേൽ എൻ്റെ പള്ളി പണിയുമെന്ന് പറയുമ്പോൾ ഈ പാറ ഏതാണത്? എൻ്റെ വചനം ഈ 7:24 പാറയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ അതാണത്. എൻ്റെ വചനം കേൾക്കുകയും അത് ജീവിക്കുകയും ചെയ്യുന്നവൻ പാറയാണെന്ന്. അപ്പോഴേ എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരല്ലേ ഉടമ്പടിയിലുള്ളത്. അല്ലെങ്കിൽ എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് പറയുന്നവരാണല്ലോ ഉടമ്പടി എടുക്കണത്. അപ്പോൾ ഉടമ്പടി ജീവിക്കുന്നതിലൂടെ നമ്മൾ പാറയായി മാറുകയും ആ പാറമേൽ ദൈവത്തിൻ്റെ പദ്ധതികൾ പണിയും. നീ ഒരു പാറയാകാൻ വേണ്ടിയുള്ള ദൈവവിളിയാണ് ഉടമ്പടി നമ്മുടെ മുമ്പിൽ നീട്ടുന്നത്. അതനുസരിച്ച് അറിഞ്ഞ് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ. മഹത്വം ഉണ്ടായിരിക്കട്ടെ. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ലിഫ്ന, ഇതെൻ്റെ ഹസ്ബൻഡ് സിജു, ഞങ്ങളുടെ കുഞ്ഞ് എയ്തൽ. വിവാഹം കഴിഞ്ഞ് 4.5 വർഷമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റിന് പോയപ്പോൾ PCOD ആണെന്നറിഞ്ഞു. എനിക്ക് എഗ്ഗ് വളർച്ചയില്ലായിരുന്നത് കൊണ്ട് ഓരോ ഹോസ്പിറ്റലിലും പല ഹോസ്പിറ്റലിലും മാറി കാണിച്ചെങ്കിലും അവസാനം എല്ലാ ഡോക്ടർമാരും പറയുന്നത് IUI ചെയ്യണമെന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ നിരാശയോടെയാണ് ഹോസ്പിറ്റലിൽ നിന്നും മടങ്ങിപ്പോന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എനിക്ക് യൂട്യൂബിലെ സാക്ഷ്യങ്ങൾ ഓരോന്നും കേട്ടത് മൂലം ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഞാൻ ആദ്യത്തെ നിയോഗമായി ഒരു കുഞ്ഞിനെ ലഭിക്കണമെന്നായിരുന്നു എഴുതിയിരുന്നത്. അങ്ങനെ ഞങ്ങൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ 2023 ഞങ്ങൾക്ക് ജോസഫച്ചനെ കണ്ട് പ്രാർത്ഥിക്കാനുള്ള അവസരം ലഭിച്ചു. അച്ഛൻ ഞങ്ങളെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം സൈത്ത് പൂശി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛൻ എന്നിട്ട് പറഞ്ഞു, കുഞ്ഞുമായി ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു. 2025 ഫെബ്രുവരി മാസം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു. ആ വർഷം തന്നെ ഒക്ടോബർ മാസം 27-ാം തീയതി അമ്മയുടെ മാസമായ ജപമാല മാസം തന്നെ
ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. 27-ാം തീയതിയാണ് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായത്. അമ്മയുടെ മാസമായ ഒക്ടോബർ മാസമാണ്. ഞങ്ങളുടെ കുഞ്ഞിന് ഈദൽ മറിയം എന്നാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. ഞങ്ങൾക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിരുന്നത് ഇവിടെ നിന്നും ലഭിക്കുന്ന പത്രം പള്ളി, ഞങ്ങളുടെ വീടിൻ്റെ അരികിലും ബസ് സ്റ്റാൻഡിലും ഓരോ സ്ഥലത്തും ഞങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തനമായി ചെയ്തിരുന്നത് ഞങ്ങൾ ഭക്ഷണം പാചകം ചെയ്ത് എറണാകുളത്ത് വഴിയരികിലിരിക്കുന്ന ഓരോ പാവപ്പെട്ടവർക്കും കൊണ്ടുപോയി കൊടുക്കുകയും രോഗികൾക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ സാമ്പത്തിക സഹായം ചെയ്യുകയും ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് ഡെലിവറിക്ക് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് BP കൂടി ഫിക്സ് പോലെ വരികയും ഹോസ്പിറ്റൽ ICUലാകുകയും ചെയ്തു. 48 മണിക്കൂറാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ അമ്മ മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ വെച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ കിടന്ന തലയിണയുടെ അടിയിൽ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 24 മണിക്കൂറിനകം എനിക്ക് ബോധം വരികയും സുഖപ്പെടുകയും ചെയ്തു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ആത്മീയ ജീവിതത്തിൽ കുമ്പസാരം ഞാൻ ഓരോ മാസവും മുടങ്ങാതെ കുമ്പസാരിക്കും. പിന്നെ കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല. ബൈബിൾ വായന അരമണിക്കൂറിൽ കൂടുതൽ ബൈബിൾ വായിക്കും. അച്ഛൻ്റെ ധ്യാനം എല്ലാ ആഴ്ചയും മുടങ്ങാതെ കൂടുമായിരുന്നു. ഒരിക്കൽ കൂടി ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി. ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താന പുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും. ലേവ്യരുടെ പുസ്തകത്തിൽ 26-ാം അധ്യായം 9-ാം വചനമാണ്. ഉടമ്പടി വിശ്വാസത്തിൻ്റെ ഒരു വിശ്വാസ പ്രകടനമാണ്. ഉടമ്പടിയിൽ പരിശുദ്ധമ്മ കൃപാസന അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്നത്. പരിശുദ്ധ അമ്മ പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കാനും ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്നാണ്. ആ വാഗ്ദാനത്തിലേക്കാണ് പരിശുദ്ധ അമ്മ നമ്മെ കരം പിടിച്ച് ഉടമ്പടിയിലൂടെ നയിക്കുന്നത്. ദൈവം തൻ്റെ ഉടമ്പടി നിലനിർത്തുന്നവനാണ്. നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കുമെന്നാണ് വചനം പറയുന്നത്. കൃപാസനം ഉടമ്പടിയിൽ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ നിലനിൽക്കുമ്പോൾ നമുക്ക് അനുഗ്രഹങ്ങൾ ഓരോന്നായി ലഭിക്കുന്നതായിട്ട് കാണാം. ഓരോ സാക്ഷ്യങ്ങളിൽ എലിസബത്ത് ലിഫ്നായ നമ്മളുടെ ജീവിതത്തിലും 4.5 വർഷമായിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നു. പല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. പിന്നീടാണ് അറിഞ്ഞത് PCOD ഉണ്ടെന്നും എഗ്ഗിന് വളർച്ചയില്ലെന്നുമുള്ള പല ഡോക്ടേഴ്സിൻ്റെ പല ചെക്കപ്പിൽ നിന്നും മനസ്സിലായി. പിന്നീട് ഫൈനലായിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തത് IUGക്ക് പോകണമെന്നാണ്. അങ്ങനെ ഓരോ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയതിന് ശേഷം IUI മാത്രമാണ് ലാസ്റ്റ് ചോയ്സ് എന്ന് കേട്ടപ്പോൾ പിന്നീട് ഏകയുള്ള ആശ്രയം പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും അമ്മയുടെ സംരക്ഷണവും അനുഭവിച്ചറിയുന്ന ഈ പുണ്യഭൂമിയിലേക്കാണ് പിന്നീട് ഈ മക്കൾ വന്നത്. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്തു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയുടെ അരികിലേക്ക് ഇവരുടെ പേപ്പറുമായിട്ട് പോയപ്പോൾ പ്രിസ്ക്രിപ്ഷനും ഡോക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് അച്ഛൻ പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് ചെന്നപ്പോൾ പോയിട്ട് പ്രാർത്ഥിച്ച് തിരിച്ചു വന്നപ്പോൾ ഈ മക്കളോട് പറഞ്ഞത് കുഞ്ഞുമായിട്ട് വരണമെന്നാണ്. അപ്പോൾ തന്നെ പരിശുദ്ധ അമ്മ ഇവർക്കൊരു സിഗ്നൽ, ഒരടയാളം എന്ന രീതിയിൽ ജോസഫ് അച്ഛനിലൂടെ പറയുകയായിരുന്നു. ആ വാക്കുകളാണ് ഇന്ന് പൂർത്തിയായത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് തന്നെയാണ് ഈ കുഞ്ഞ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. ഈദൽ മറിയം എന്ന മകൾ, ഈ മോള് ജനിച്ചത് ഒക്ടോബർ മാസത്തിലാണ്. അമ്മയുടെ മാസം 27 ഡേറ്റിലാണ്. ആ ഡേറ്റിലും 7 എന്ന നമ്പറുണ്ട്. നമ്മുടെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിലെല്ലാം നാം കാണുന്നുണ്ട്. അമ്മയുടെ ഏതെങ്കിലും ഒരു അടയാളം ഏതെങ്കിലും ഒരു രീതിയിൽ അവരുടെ ജീവിതത്തിലുണ്ട്.
ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ജോസഫ് അച്ഛൻ പറഞ്ഞു കുഞ്ഞുമായി വരണം എന്ന ഒരു വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. അവർ വിശ്വസിച്ചു പോയി. പിന്നീട് ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ന് ഈ കുഞ്ഞുമായിട്ട് ഏതൽ മറിയവുമായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. ഈശോയോടും അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ അമ്മ തന്നെ ഓരോ കാര്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അമ്മ ഇവിടെ വന്നപ്പോൾ 2004 ഡിസംബർ 7-ാം തീയതി ദുരന്തം വരാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ മെസ്സേജുമായിട്ടാണ് അമ്മ വന്നത്. ഇന്നും ആ അമ്മ തന്നെയാണ് ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. അച്ഛനൊരു പക്ഷേ പരിശുദ്ധ അമ്മ കൃപാസനം അമ്മ തന്നെയാണ് വെളിപ്പെടുത്തി കൊടുത്തത് കുഞ്ഞുമായിട്ട് വരണമെന്ന്. ഇന്ന് ആ കുഞ്ഞുമായിട്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാനായിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഒക്ടോബർ 27-ാം തീയതി ജനിച്ച കുഞ്ഞുമായിട്ട് നന്ദി പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടിയിൽ നാം മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ വാഗ്ദാനത്തിൽ നിലനിർത്തുന്ന ഒരു ദൈവവുമായിട്ടാണ് നാം ഉടമ്പടി ചെയ്യുന്നത്. നമ്മുടെ വിശ്വാസം പുതുക്കുകയും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഫലം കാണാത്ത സമയങ്ങളിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയാണ് ഉടമ്പടിയിൽ. കൃപാസനം അമ്മ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റാനാണ് നമ്മെ സഹായിക്കുന്ന അമ്മയാണ്. നമ്മെ കരം പിടിച്ച് നയിക്കുന്ന കൃപാസനം അമ്മ ഉടമ്പടിയിൽ വിശ്വസ്തരായി ജീവിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. എലിസബത്ത് ലിഫിനയ്ക്കും കുടുംബത്തിൽ ലഭിച്ച ഈ കുഞ്ഞുമകൾക്ക് ഏതൽ മറിയത്തിന് ഈശോയ്ക്കും അമ്മ മാതാവിനും ഈ സമയം 1000 നന്ദി. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. ഈ കൃപാസനത്തിൽ കടന്നു വരുവാനും ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുവാനും എനിക്ക് ഈശോ തന്ന അനുഗ്രഹത്തിന് 1000 നന്ദി. എൻ്റെ പേര് ജോഷി സിൽജൻ. ഞാൻ വരുന്നത് തൃശ്ശൂരിലുള്ള ആനന്ദപുരം ഇടവകയിൽ നിന്നാണ്. ആദ്യമായി ഞാൻ ഉടമ്പടി എടുക്കുന്നത് 15/2/2025 എൻ്റെ കൂട്ടുകാരിയുടെ മകൾക്കും എനിക്കും ഒരു കൈവേദന വന്നതിൻ്റെ പേരിലാണ്. ഞാനിവിടെ കടന്നു വരുമ്പോൾ ആദ്യം തന്നെ അച്ഛനെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അന്ന് അച്ഛനെ കാണാൻ ഉടമ്പടി എടുക്കണമെന്ന് അവർ എന്നോട് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഞാനൊരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ഈ കൈ ഭയങ്കര വേദനയായിരുന്നു. ഇങ്ങനെ ഇത് പുറകോട്ട് പോകത്തില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് എൻ്റെ ഈ കൈവേദന മാറ്റി തരണേ. ആ സമയം തന്നെ എൻ്റെ കൈ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ വേറെ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഹോളിൽ പോയി. ഞാൻ ഉടമ്പടി എടുത്തു. അങ്ങനെ എൻ്റെ ഉടമ്പടി ജീവിതം ഞാനവിടെ ആരംഭിച്ചു. കൃപാസനത്തെക്കുറിച്ച് 2019 ഞാൻ സൗദിയിൽ നിന്ന് വരുമ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. അന്ന് ഇവിടെ ഇത്രയും ദൂരത്ത് വന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുമോ എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഒരു 2.5 അല്ലെങ്കിൽ 3 മണിക്കൂർ എനിക്ക് ഒട്ടും ദൂരമല്ല. എൻ്റെ മനസ്സിൽ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം അല്ലെങ്കിൽ ഒരു സന്ദേഹം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഓടി എത്തുന്നത് എൻ്റെ അമ്മയുടെ അടുത്തേക്കാണ്. എന്നെ കാണുമ്പോൾ ആർക്കും വലിയ ദുഃഖമുള്ളതായിട്ടൊന്നും തോന്നില്ല. എങ്കിലും ഞാൻ ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാനിവിടെ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അതിൽ നിന്നെല്ലാം ആശ്വാസവും വിടുതലും കിട്ടിക്കൊണ്ടിരുന്നു. ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ എൻ്റെ പ്രാർത്ഥനാ നിയോഗം വെച്ചിരുന്നത് അയർലൻഡിലേക്ക് പോകാനുള്ള എൻ്റെ വിസ റെഡിയാകുവാനും ഞാനിപ്പോൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ കടബാധ്യതകൾ മാറുവാനും വേണ്ടിയായിരുന്നു. അയർലൻഡിലേക്കുള്ള വിസ ഞാൻ വെച്ചു. പ്രാർത്ഥനയിൽ തുടർന്നു കൊണ്ടേയിരുന്നു. പക്ഷേ എനിക്ക് അയർലൻഡിൽ പോകാനുള്ള ഒരു മെറിറ്റും എനിക്കില്ല. ഞാൻ ബേസിക്കലി ഒരു ലാബ് ടെക്നീഷ്യനാണ്. എനിക്ക് നേഴ്സസിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല. ഞാൻ തൊട്ടടുത്തുള്ള ഒരു നേഴ്സിംഗ് ഹോമിൽ അവരെ പരിചരിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റാണ് ഞാൻ ഇതിന് വേണ്ടി വയ്ക്കുന്നത്. അങ്ങനെ അയർലൻഡിലേക്ക് പോകാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നെങ്കിലും എല്ലാം ഒരു തടസ്സമാണ്.
എന്നും ഞാൻ ഉടമ്പടി ധ്യാനം കേൾക്കും. അപ്പോൾ ജോസഫ് അച്ഛൻ പറയുന്ന കാര്യങ്ങൾ എന്നെ രൂപാന്തരീകരണപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ ഓരോ സമയവും ഓരോ ടോപ്പിക്കുകൾ എന്നോട് പറയുമ്പോൾ അത് ഞാൻ പോയി ബൈബിൾ എടുത്ത് വായിച്ച് എന്നിൽ മാറ്റം വരുത്തിക്കൊണ്ടിരുന്നു. ഞാൻ അച്ഛൻ പറഞ്ഞ ഏറ്റവും വലിയൊരു വചനം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. പുറപ്പാട് 33:17, ഇതും ഞാൻ നിനക്ക് ചെയ്തു തരും, എന്തുകൊണ്ടെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. അത് മോശയോട് പറയുന്ന വാക്കാണ്. മോശ ജനങ്ങളെയും കൊണ്ട് കാനാൻ ദേശത്തേക്ക് പോകാനായിട്ട് നിന്നപ്പോൾ പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ വരുന്നില്ല എങ്കിൽ ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈശോ അവനോട് പറയാണ്, ഇതും ഞാൻ നിനക്ക് ചെയ്തു തരും. അങ്ങനെ ആ ഒരു വചനമാണ് എന്നെ എൻ്റെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നും 5:30 തന്നെ ഞാൻ ഡെയിലി ബ്രെഡ് കാണും. അപ്പോൾ ഓരോ ദിവസവും എനിക്ക് അച്ഛൻ പറയുന്ന വചനങ്ങൾ എൻ്റെ ജീവിതത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ പറയുന്ന ചെങ്കടലും സീനായി മലയും എല്ലാം ഞാൻ തരണം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് എന്നെ വിട്ടുപോയിട്ടുണ്ട്. എനിക്ക് ആരുമില്ലാത്ത അവസ്ഥകളുണ്ടായിട്ടുണ്ട്. എൻ്റെ കുടുംബത്ത് ഒന്നുമില്ലാത്ത അവസ്ഥകളുണ്ടായിട്ടുണ്ട്. എൻ്റെ മകൻ പഠിക്കാനായിട്ട് പുറത്ത് പോയി. അവിടെ വെച്ച് അവന് ബയോമെട്രിക്സ് ലഭിക്കാതെ തിരിച്ചു വന്നു. അപ്പോഴൊക്കെ ഞാനിങ്ങനെ ദൈവത്തിൻ്റെ വചനങ്ങൾ ഉരുവിടും. വെള്ളത്തിൽ കൂടി നീ പോയാലും നിനക്ക് അത് നിന്നെ മുക്കിക്കളയുകയില്ല. എൻ്റെ കാലിൻ്റെ ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന ഒരു പ്രതീതിയായിരുന്നു എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്നത്. നിന്നെ വെള്ളം വന്ന് മൂടുകയില്ല, ചതഞ്ഞ ഞാങ്ങണ അവൻ ഓടിക്കുകയില്ല, പുകഞ്ഞ തിരി അവൻ കെടുത്തുകയില്ല. എൻ്റെ ജീവിതം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യമൊക്കെ ഉടമ്പടിയിൽ എനിക്ക് അച്ഛൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ഗ്രഹിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അച്ഛൻ പറയുന്ന ഓരോ വചനവും അനോയിൻമെൻറ്റ് എനിക്കും കിട്ടി. പറയുന്ന ഓരോ വചനങ്ങളും എന്നെ തന്നെ ആഴപ്പെടുത്തി. ഞാനിപ്പോഴും ബൈബിൾ വായിക്കും. എനിക്കൊരു തുണ്ട് സമയം കിട്ടിയാൽ ഞാൻ ഓടിച്ചെന്ന് ബൈബിൾ വായിക്കും. ആദ്യമൊക്കെ ഞാൻ ഉടമ്പടിക്ക് മുമ്പ് ഞാൻ സിനിമ കാണും, പിന്നെ റീൽസ് കാണും. അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ സമയം കളഞ്ഞിരുന്നത്. ഇന്ന് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം എൻ്റെ നിന്ന് കളഞ്ഞു. ഞാൻ യൂട്യൂബിൽ എപ്പോഴും ഇങ്ങനെ സാക്ഷ്യങ്ങളും ഓരോ വ്യക്തികളും ഇവിടെ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ എനിക്കെന്നാണ് ഇവിടെ സാക്ഷ്യം വന്ന് പറയാൻ പറ്റുക. എനിക്ക് സാക്ഷ്യം പറയാൻ കൊതിയായിരുന്നു. എൻ്റെ അമ്മ എന്നെ സംരക്ഷിക്കുന്ന വിധങ്ങൾ, അല്ലെങ്കിൽ എന്നെ കാക്കുന്ന, അല്ലെങ്കിൽ ആ മടിയിൽ കിടത്തി എന്നെ താലോലിക്കുന്ന ആ ഒരു നിമിഷങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ കൊതിയായിരുന്നു. കാരണം അത്രമാത്രം മാതാവ് എന്നെ എടുത്തുയർത്തിയിട്ടുണ്ട്. എൻ്റെ അയർലൻഡിന് രണ്ടാമത് എനിക്ക് ഒരു ഇൻ്റർവ്യൂ കിട്ടുകയാണ്. ആദ്യത്തെ ഇൻ്റർവ്യൂവിന് ഞാനൊരു ഏജൻസിയായിട്ട്, ആദ്യത്തെ ഒരു ഏജൻസി എന്നെ ഫേക്ക് ആയിരുന്നു, അതിൽ എനിക്ക് പോകാൻ പറ്റിയില്ല. രണ്ടാമത്തെ ഒരു ഏജൻസി അയർലൻഡിൽ തന്നെയുള്ള ഒരു ഏജൻസി ആയിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് എൻ്റെ ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ചേച്ചിയുടെ വയസ്സ് എത്രയാണ്? ഞാൻ പറഞ്ഞു 50. അന്ന് എനിക്ക് 50 ആണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ചേച്ചി ഒരു കാരണവശാലും ചേച്ചിക്ക് പോരാൻ പറ്റില്ല. ചേച്ചി എന്തോർത്തിട്ടാണ് ഈ ഒരു ബയോഡാറ്റ എനിക്ക് തരുന്നത്? ഞാൻ പറഞ്ഞു, ശരി, എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വരാൻ പറ്റും. അന്നും അതൊരു ഹിന്ദു ഏജൻ്റാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത്, എനിക്ക് മാതാവ് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ അയർലൻഡിലേക്ക് വരും. കഴിഞ്ഞ് വീണ്ടും ഞാൻ വെയിറ്റ് ചെയ്ത് കാത്തിരുന്നു. ഒരു ദിവസം ആ ഏജൻറ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഒരു പോസിബിലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയോ? ഞാൻ പറഞ്ഞു, ഞാൻ 4 വീലറും 2 വീലറും ഓടിക്കുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഹൗസുകളിൽ പോയിട്ട് നഴ്സിംഗ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, ചേച്ചി വരുന്നു? ഞാൻ പറഞ്ഞു, ശരി, ഞാൻ അറ്റൻഡ് ചെയ്യാം. ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി വസ്തുക്കൾ എൻ്റെ കയ്യിലെടുത്തു. ഉടമ്പടി തൈലം ഞാൻ എൻ്റെ നാവിൽ പുരട്ടി. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് ഇരുന്നെങ്കിലും പെട്ടെന്ന് എൻ്റെ മോള് ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ അവിടെ ഇരുന്ന ആ ആൾ വിചാരിച്ചു എന്നെ ആരോ അസിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. ആ ഇൻ്റർവ്യൂ ഞാൻ ഫെയിലായി. അപ്പോൾ എന്നോട് ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ചേച്ചിക്ക് ഒരു ചാൻസ് ഇല്ല, ചേച്ചി അത് വിട്ടേരെ. അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് മകൻ പോയിട്ട് തിരിച്ച് വന്നതിൻ്റെ പേരിൽ ഒരുപാട് കടങ്ങൾ കയറി ഞാനിങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യും ഞാൻ? അപ്പോഴും ഞാൻ ബൈബിൾ വായന തുടർന്നു.
പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ഞാൻ ഇതിൽ നിന്നൊന്നും മാറിയില്ല, എൻ്റെ ഉടമ്പടിയിൽ നിന്നും ഞാൻ വ്യതിചലിച്ചില്ല. കറക്റ്റ് 3 മാസം കഴിയുമ്പോൾ തന്നെ, ഇതെൻ്റെ 3ാമത്തെ ഉടമ്പടി കഴിഞ്ഞു, 4ാമത്തെ ഉടമ്പടി ഞാൻ ഇന്ന് പുതുക്കി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ആ സമയത്ത് എനിക്ക് ഒരു വലിയ ആക്സിഡൻറ്റ് പറ്റി. ഞാൻ എപ്പോൾ വണ്ടിയിൽ കയറിയാലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലും. ഇവിടെ എല്ലാവരും പറയില്ലേ, മേഘങ്ങളിൽ മാതാവിനെ കണ്ടു. അപ്പം ഞാനിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി മേഘത്തിലേക്കൊക്കെ നോക്കും. നമ്മുടെ ഈ മാതാവ് കൃപാസനത്തിൻ്റെ അമ്മ അവിടെ ഉണ്ടല്ലോ, എനിക്ക് കൂട്ടുണ്ടല്ലോ. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോഴും എന്നെ ഇട്ടെറിഞ്ഞു പോയപ്പോഴും എന്നെ താങ്ങാനും എനിക്ക് തുണയാവാനും എൻ്റെ കണ്ണീരൊപ്പാനും ഓടി വന്ന ഒരമ്മയുണ്ട്. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ അമ്മേനെ കണ്ടിട്ടാണ് ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യുക. അന്ന് ഞാനിങ്ങനെ പോകുന്ന സമയത്ത് വേറൊരു വണ്ടിയിൽ നിന്നും വീണ, JCBയിൽ നിന്ന് വീണ ഒരു കല്ലുമ്മ തട്ടിയിട്ട് ഞാൻ നേരെ ഫാസ്റ്റ് ട്രാക്കിലേക്ക് വീഴുകയാണ്. റൈറ്റ് സൈഡിലേക്ക് ഞാൻ വീഴുകയാണ്. അവിടെ വീണപ്പോൾ നല്ല സ്പീഡിലാണ് ഞാൻ അന്ന്, ഒരു 60 മൈൽ സ്പീഡിലൊക്കെയാണ് ഞാൻ സ്കൂട്ടർ ഓടിക്കുന്നത്. തൊട്ടടുത്ത് നിന്ന എല്ലാവരും തലയിൽ കൈവച്ചു. ആ ചേച്ചി പോയി. കാരണം ഞാനും എൻ്റെ വണ്ടിയും തമ്മിൽ ഒരു വിരലിൻ്റെ പോലും വ്യത്യാസമില്ല. ഞാനിങ്ങോട്ടും വീണു, വണ്ടി അങ്ങോട്ടും വീണു. ആ ഫാസ്റ്റ് ട്രാക്കിൽ കൂടെ വന്നിരുന്ന ഒരു വലിയ ടൂറിസ്റ്റ് ബസ്, അവർക്ക് ചവിട്ടിയെ കിട്ടില്ല, എൻ്റെ വണ്ടിയുമ്മ കയറിപ്പോയി. വണ്ടി ലോസായി, ടോട്ടൽ എല്ലാം ഇതായിപ്പോയി. ഞാൻ അവിടെ വീണ് കിടന്നു. എനിക്ക് എണീക്കാൻ പോലും പറ്റുന്നില്ല, ഞാൻ ഫെയിലായി. എൻ്റെ തൊട്ട് പിറകിൽ ഹൈവേ ആണ്, ഭയങ്കര സ്പീഡിലാണ്, അന്ന് തിരക്കുള്ള റോഡാണ്, വണ്ടികളെല്ലാം വന്നു. അപ്പോൾ ഓടി ഒരു ഡോക്ടറാണ് വന്നത്. അത് അമ്മ മാതാവായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കണേ. കാരണം എൻ്റെ തൊട്ട് പിറകിൽ വരുന്ന കാറിൽ ഒരു ഡോക്ടർ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഒരു എൻ്റെ ഒരു സംരക്ഷണമായിട്ടാണ് എനിക്ക് അത് തോന്നിയത്. എനിക്ക് വീണെങ്കിലും ആ ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു, പേടിക്കണ്ട, ഞാനൊരു ഡോക്ടറാണ്, അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ ബോധം കെട്ടു. എന്നെ എല്ലാവരും കൂടി ആംബുലൻസിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പം എനിക്ക് ഒരു ഫ്രാക്ചറും ഇല്ല. എൻ്റെ കേസ് അന്വേഷിച്ച പോലീസ് പറഞ്ഞത്, ചേച്ചിയുടെ വീഡിയോ കണ്ട ഞാൻ ഞെട്ടിപ്പോയി. കാരണം ചേച്ചി അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ചേച്ചി വിളിക്കുന്ന ദൈവത്തിൻ്റെ വലിയൊരു കരുണ കൊണ്ടാണ് ചേച്ചി അതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വലിയ അപകടത്തിൽ നിന്ന് മാതാവ് എന്നെ രക്ഷിച്ചു. അങ്ങനെ ഞാൻ ആക്സിഡൻറ്റ് പറ്റിയിരിക്കുന്ന സമയത്താണ് എന്നെ വീണ്ടും ഈ ഏജൻസി വിളിക്കുന്നത്. അവരെന്നോട് പറഞ്ഞു, ചേച്ചി നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അറ്റൻഡ് ചെയ്യുന്നോന്നു. ഞാൻ ഒട്ടും പ്രിപ്പയർഡല്ല, ഞാൻ IELTS പഠിച്ചിട്ടില്ല, OET എക്സാം എഴുതിയിട്ടില്ല, എനിക്ക് ഒരു മെറിറ്റില്ല. നമ്മുടെ 0 ഡിജിറ്റ് കാണുമെന്ന പോലെ 0.00 അത്രേ ഉള്ളൂ എൻ്റെ അവസ്ഥ. ഞാൻ പറഞ്ഞു, ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. അങ്ങനെ ഞാൻ എൻ്റെ മോന് എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ട് അതിൻ്റെ പേപ്പറുകൾ ശരിയാക്കിക്കൊണ്ട് ഒരു 3:45 ആയ സമയത്താണ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തുന്നത്. മക്കളാരും തന്നെ എൻ്റെ കൂടെ ഇല്ല. എനിക്ക് സൂം ഇൻ്റർവ്യൂകളൊന്നും അത്ര പരിചയമില്ല. ഞാൻ സൂം ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയറായി. ഒരു യൂട്യൂബിൽ അപ്പോഴും ഞാൻ സാക്ഷ്യം കേൾക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി തൈലം എടുത്തു, ഉപ്പെടുത്തു, കാശ് രൂപ എടുത്തു. ഞാൻ പ്രിപ്പയർഡായി ഒരു നോർമൽ ഡ്രസ്സ് ഇട്ട് ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഞാൻ മാധവനോട് പറഞ്ഞു, മാധവി, ഇതാണ് എനിക്ക് ഇനി ഒരു രക്ഷയുള്ളൂ. നീ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് ഇതൊന്ന് ചെയ്തു തരണം, അപ്പുറത്തെ സൈഡിൽ നീ ആയിരിക്കണം എന്ന് മാത്രം ഞാൻ മാധവനോട് പറഞ്ഞു. ഇൻ്റർവ്യൂ എടുത്തു. ആ മാഡം പറഞ്ഞ എല്ലാ ചോദ്യത്തിനും ഞാൻ നന്നായി തന്നെ ആൻസർ ചെയ്തു. ഇംഗ്ലീഷ് ഞാൻ അത്ര ഫ്ലുവൻ്റ് അല്ല, എന്നിട്ടും അവർ ചോദിച്ച എല്ലാത്തിനും ഞാൻ നല്ല നോർമലായിട്ട് ആൻസർ പറഞ്ഞു. എൻ്റെ കയ്യിൽ കാശ് രൂപയുണ്ട്. മാതാവ് ഞാനിങ്ങനെ കാണുന്നുണ്ട്, മാതാവാണെന്നുള്ളൊരു ഇതിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എന്നോട് അവർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഇത് തിരഞ്ഞെടുത്ത്? ബേസിക്കലി നീ ഒരു ലാബ് ടെക്നീഷ്യൻ അല്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് പാരൻസിനെ നോക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ രോഗികളെ നോക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഒരു പേഷ്യൻ്റ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവരെൻ്റെ പേഷ്യൻ്റ് അല്ല, അവരെൻ്റെ പാരൻസാണ്. അതുകൊണ്ട് തന്നെ ഞാനതിൽ കമ്മിറ്റ്മെൻറ്റ് എനിക്കുണ്ട്, ഞാനത് ചെയ്യാൻ റെഡിയാണ് എന്ന് ഞാൻ അവരോട് ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു, എൻ്റെ സാലറി പറഞ്ഞു, അവരുടെ അക്കോമഡേഷൻ പറഞ്ഞു, എല്ലാം ആ സമയത്ത് തന്നെ പറഞ്ഞു. ഓക്കെ, അവർ ബായ് പറഞ്ഞു, ഞാനും ബായ് പറഞ്ഞു. ഞാൻ വിശ്വസിച്ചു, എനിക്ക് മാതാവ് അത് തരും. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഏജൻറ്റ് എന്നെ വിളിച്ചു, ഇൻ്റർവ്യൂ എങ്ങനെയുണ്ടായി? ഞാൻ പറഞ്ഞു, നന്നായാണ് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ഇല്ല, ശരിയായിട്ടില്ല പറഞ്ഞു.
ഞാൻ പറഞ്ഞു ശരി, ഓക്കെ. എനിക്ക് അതിനുള്ളൊരു യോഗ്യത ഉണ്ടാവില്ല വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ധ്യാനിക്കാൻ പോയി. നമ്മുടെ വാർഷിക ധ്യാനം പള്ളിയിൽ നടക്കുന്ന സമയമായിരുന്നു. ഞാൻ ധ്യാനത്തിന് ഇരിക്കുന്ന സമയത്ത് വീണ്ടും ഈ ഏജൻറ്റിൻ്റെ കോൾ വന്നു. അവരെന്നോട് ചോദിച്ചു, ജോഷി സിൽജൻ അല്ലേ? ഞാൻ പറഞ്ഞു ആണ്. നിങ്ങൾ ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട്, നിങ്ങൾക്ക് ഓഫർ ലെറ്ററും വർക്ക് പെർമിറ്റും വരും. നിങ്ങൾ ഓർക്കണം, അയർലൻഡിൻ്റെ ഇൻ്റർവ്യൂ ആണ് കേട്ടോ, ഇത് വേറൊരു രാജ്യത്തേക്കുള്ള ഇൻ്റർവ്യൂ അല്ല. എന്നിട്ട് അപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പിയായി. അവിടെ ഇരുന്ന് തന്നെ ഞാൻ മാതാവിന് ഒരുപാട് നന്ദി പറഞ്ഞു. ഇതൊന്നും എനിക്ക് കിട്ടിയത് എൻ്റെ ഒരറിവോ ഒരു ഞാനോ എൻ്റെ പ്രവൃത്തി പരിചയമോ ഒന്നുമല്ല. ഒരു പെർസെൻറ്റേജ് പോലും എനിക്കില്ല. ഉടമ്പടി ധ്യാനം കേൾക്കുന്ന, ഉടമ്പടിയിൽ ജീവിക്കുന്ന, കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന, ബൈബിള് വായിക്കുന്ന, ഓരോ സമയത്ത് ഇപ്പോൾ ഞാൻ വണ്ടിയുമ്പോൾ പോകുമ്പോൾ എൻ്റെ മുന്നിലുള്ള വണ്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പിറകിലുള്ള വണ്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അടിക്കടി കൃപാസനത്തിൽ വരും. എൻ്റെ മനസ്സിൽ എപ്പോഴെങ്കിലും സങ്കടം വന്നാൽ അതെ ഇവിടെ വന്ന് ഞാനിരിക്കും. എന്നിട്ട് മാതാവിനോട് എൻ്റെ സങ്കടങ്ങൾ പറയും, ഞാൻ എഴുന്നേറ്റ് പോകും. വേറെ ആരോടും ഞാനൊന്നും ഷെയർ ചെയ്യാറില്ല. അങ്ങനെ എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടി. നമ്മുടെ ജോസഫ് അച്ഛൻ പറയാറുള്ളൊരു ഗോൾഡൻ 7 ഉണ്ട്. അന്നാണ് എൻ്റെ വർക്ക് പെർമിറ്റ് വരുന്നത്. അന്ന് അച്ഛൻ പറഞ്ഞ് ആ ഒരു 10 മണി ആയപ്പോൾ എനിക്ക് വർക്ക് പെർമിറ്റ് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ VSFന് പോയി, വിസ വെച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവരൊരു 1.5 മാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ 1.5 മാസമായി. അവർ എനിക്ക് ഈ കഴിഞ്ഞ അച്ഛൻ പറഞ്ഞില്ലേ, അന്നും ഡെയിലി ബ്രെഡിന് അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ പേപ്പറുകൾ എടുത്ത് വെച്ചോ എന്ന്. ഞാൻ എൻ്റെ മോളുടെയും എൻ്റെയും പേപ്പറുകൾ, എൻ്റെ മോൻ്റെയും ഒക്കെ പേപ്പർ എടുത്ത് വെച്ചു, പ്രാർത്ഥിച്ചു. അന്ന് ഞങ്ങൾ സിസ്റ്റത്തിൽ കയറി നോക്കുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നില്ല. 26-ാം തീയതി വെള്ളിയാഴ്ച ഒരു 10 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി വന്നിട്ടുണ്ട്, നമ്മുടെ വിസ വന്നിട്ടുണ്ട്, അപ്രൂവ്ഡ് ആണ്. അങ്ങനെ തിങ്കളാഴ്ച എൻ്റെ വിസ കിട്ടി. ഞാൻ ടിക്കറ്റ് എടുക്കാൻ ശ്രമിച്ചു 6-ാം തീയതി. പക്ഷേ അന്ന് ഞങ്ങൾക്ക് ടിക്കറ്റ് റേറ്റ് കൂടുതലാണ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് 7-ാം തീയതി പോയാൽ മതി, കാരണം മാതാവിൻ്റെ ദിവസം 7-ാം തീയതി ആണല്ലോ. അതുകൊണ്ട് എനിക്ക് 7-ാം തീയതി തന്നെ 10:30 ഫ്ലൈറ്റിന് ഞാൻ പോവാണ്. ഇനി എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ തൊട്ടടുത്തുള്ള ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് അവർ ഒത്തിരി ബെഡ് റിഡൻ ആയിട്ടുള്ള അമ്മമാരാണ്. അവരെല്ലാം ശുശ്രൂഷിക്കും, കഞ്ഞി കൊടുക്കും, അവരെ കുളിപ്പിക്കും. അത് ഞാനിങ്ങനെ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ പോകും. അത് രാവിലെ എന്നില്ല, വൈകിട്ടെന്നില്ല, എനിക്ക് എപ്പോഴാണോ സമയം കിട്ടുക സമയത്ത് പോകും. പിന്നെ തൊട്ടടുത്ത് ആശാഭവനുണ്ട്, അവിടുത്തെ സിസ്റ്റർമാർ. അപ്പോൾ ഞാൻ ബേസിക്കലി ലാബ് ടെക്നീഷ്യനാണ്. അപ്പോൾ ഞാൻ ലാബ് ടെസ്റ്റുകളൊക്കെ അവർക്ക് ഫ്രീ ആയിട്ട്, ഇങ്ങനെ പാവപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. സർവീസ് ചാർജൊന്നും ഞാൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാറില്ല. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ആധ്യാത്മിക ജീവിതം, അച്ഛൻ പറയുന്ന ഓരോ വാക്കുകളാണ് എൻ്റെ ആധ്യാത്മിക ജീവിതം. എന്തുകൊണ്ട് നിങ്ങൾക്ക് ദ്രോഹം ക്ഷമിച്ചുകൂടാ, എന്തുകൊണ്ട് നിങ്ങൾ പകരം ചോദിക്കുന്നു, എന്നും ഡെയിലി ബ്രെഡിലെ ഓരോ വചനങ്ങളാണ് എൻ്റെ ജീവിതത്തിനെ രൂപപ്പെടുത്തി കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇവിടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ വാഗ്ദാന പേടകത്തിൽ നമ്മുടെ ഉടമ്പടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി നേരം വൈകിയാലും കാലങ്ങൾ ഇച്ചിരി പിന്നിട്ടാലും അത് നമ്മൾ സാധിക്കാതെ പോവില്ല. കാരണം വാഗ്ദാനത്തിൻ്റെ പേടകമാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചിലപ്പോഴൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ, ഞാനത് അച്ഛൻ്റെ ക്ലാസ് കേട്ടത് കൊണ്ടാണ് കേട്ടോ. ഉടമ്പടി ധ്യാനം ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കും. എന്നിട്ട് ഞാൻ റോഡ് സൈഡിലൊക്കെ ചെന്നിക്കും, എന്നിട്ട് ഞാൻ ഉടമ്പടി പത്രം കൊടുക്കും. അപ്പോൾ ചിലവർ പറയും, അതൊന്നും നിങ്ങൾക്ക് വേണ്ട, ഒരു കൃപാസനം എന്നൊക്കെ ചിലവർ എന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാൻ അവർക്ക് ഉടമ്പടി കൊടുത്തിട്ട് പറയും, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, നിങ്ങൾക്കും അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞ് ഞാൻ എല്ലാവർക്കും ഉടമ്പടി പത്രം കൊടുക്കും. അങ്ങനെ കാരുണ്യ പ്രവർത്തികൾ, ഞാനും ബൈക്ക് ഓടിക്കും, വണ്ടി ഓടിക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ നടന്നു പോകണമെങ്കിൽ അച്ഛൻ പറയില്ല, 1 മൈൽ ദൂരം പോയെന്ന് 2 മൈൽ പോകും. ഞാൻ അവർ ഏത് പ്ലേസാണോ ആഗ്രഹിക്കുന്നത് അവിടെ തന്നെ പോയിട്ട് ഞാൻ അവരെ കൊണ്ടാക്കും. അവരപ്പോൾ ഒരുപാട് താങ്ക്സ് എന്നോട് പറയാറുണ്ട്. അങ്ങനെ എൻ്റെ ഈ 7-ാം തീയതി എനിക്ക് അയർലൻഡിലേക്ക് പോകാനായിട്ട് സാധിച്ചത് ഒരു അവസരം, അല്ലെങ്കിൽ ഇത് ഞാൻ എൻ്റെ ഇതായിട്ട് കാണുന്നില്ല. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഒരു തരി പോലും എനിക്കില്ല എന്ന് എനിക്ക് നല്ലതായിട്ട് അറിയാം.
എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്. മാതാവ് ഒരു മധ്യസ്ഥം, അച്ഛനെപ്പോഴും നമ്മളോട് പറയാറുണ്ടല്ലോ, മാതാവാണ് ഇവിടെ ഇതായിട്ട് മധ്യസ്ഥം ജാമ്യമായിട്ട് നിൽക്കുന്നത്. മാതാവിന് നാണക്കേട് വരുത്താൻ പാടില്ല. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി കൊണ്ട് നമ്മൾ ജീവിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്കും മനസ്സിലാകണം എന്ന് അച്ഛൻ പറയാറുണ്ട്. അതൊക്കെ ഞാൻ പൂർണ്ണമായി പെർഫെക്റ്റ് ആയി എന്നല്ല, എന്നാലും ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് അത് ആക്കി വരുവാണ്. ഇനി അവിടെ ചെന്നാലും എല്ലാവരെയും സ്നേഹിച്ച്, ഇപ്പം ഞാൻ ഇംഗ്ലീഷ് പത്രം വാങ്ങിയിട്ടുണ്ട്, അത് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് അവിടെ എല്ലാവർക്കും കൊടുക്കാനും, അങ്ങനെ എൻ്റെ ഉടമ്പടിയിൽ ഒരു വിശുദ്ധ ജീവിതം, അച്ഛൻ പറയുന്ന പോലെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാനും ഉള്ള കൃപ ഈശോയും അമ്മയും എനിക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മോൻ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് കടങ്ങളുണ്ടായി. അപ്പോൾ ഞാനത് എൻ്റെ ഏതെങ്കിലും ഒരു വസ്തു വിൽക്കണം എന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഞാൻ നടത്തിക്കൊണ്ടിരുന്ന ലാബ് ഞാൻ വിറ്റു. അതിന് അത്യാവശ്യം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല ഒരു വില കിട്ടി, അതെനിക്ക് വിൽക്കാൻ സാധിച്ചു. പിന്നെ എൻ്റെ ചേട്ടൻ്റെ ഒരു ഭൂമി ഉണ്ടായിരുന്നു, അതും എനിക്ക് വിൽക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ കടങ്ങളിൽ നിന്നൊക്കെ എനിക്ക് ഒരു ആശ്വാസം ലഭിച്ചു. ഇനി എൻ്റെ മകള് ഇപ്പോൾ 10th അതുമാത്രമാണ് എനിക്കിപ്പോൾ വിഷമം തോന്നുന്നില്ല. ഇപ്പോൾ ഈ ഉടമ്പടി എടുത്തപ്പോൾ മാതാവ് എന്നോട് അവിടെ ഇരുന്ന് പറഞ്ഞത്, ഞാനല്ലാതെ പിന്നെ ആര്? നമുക്ക് ഇപ്പോൾ നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ, അതുപോലെ എനിക്ക് പറയാനുള്ളത് മാതാവല്ലാതെ പിന്നെ ആര്? നമുക്ക് ആരുമില്ല. അപ്പോൾ അച്ഛൻ നമ്മളോട് പറയാറില്ലേ, ഈ ഭൂലോകത്ത് ദൈവം പ്രവർത്തിക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ്. അതായത് കാരണം എനിക്ക് ദൈവം മാത്രമേ ഉണ്ടായുള്ളൂ, അപ്പോൾ ദൈവത്തിന് ഞാൻ മാത്രമായി. ആ രീതിയിലാണ് നമ്മൾ ദൈവം ട്രീറ്റ് ചെയ്യുന്നത്. മാതാവ് കുരിശിൻ്റെ വഴിയിലൊക്കെ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഓരോ കുരിശിൻ്റെ വഴിയിലും മാതാവ് നമ്മുടെ കൂടെയുണ്ട്. മാതാവ് നമ്മളെ കൈവിടത്തില്ല. എന്തൊരു ആഗ്രഹം പറഞ്ഞാലും മാതാവ് അത് തക്ക സമയത്ത് കാനായിലെ കല്യാണ വിരുന്നിൽ ഇടപെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്നാണ് എനിക്കെൻ്റെ ജീവിതസാക്ഷ്യമായിട്ട് പറയാനുള്ളത്. ഇനി ഞാൻ അയർലൻഡിൽ പോവുകയാണ്. എൻ്റെ മക്കളെ ഞാൻ എൻ്റെ മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കാരണം അമ്മയ്ക്കറിയാലോ ഞാനിവിടെ ഇല്ല. അപ്പോൾ 10th അവളെപ്പോഴും പഠിക്കാൻ പിറകിലാണെങ്കിലും ഞാൻ അവൾക്ക് ഉപ്പ് കൊടുക്കും, തൈലം കൊടുക്കും. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ വിശ്വാസപ്രമാണം ചൊല്ലിക്കും. എന്നിട്ട് ബൈബിൾ വായിപ്പിച്ചിട്ടാണ് പഠിക്കാനിരുത്തുക. എല്ലാവരും പറയണത് അവൾ ബാക്ക്വേഡാന്നാണ്. പക്ഷെ അവൾ ബാക്ക്വേഡാണെങ്കിലും മാതാവുണ്ട് കൂടെ. അതുമാത്രമാണ് എൻ്റെ ഒരു ആശ്വാസം. അങ്ങനെ ഈശോയ്ക്കും അമ്മയ്ക്കും എന്നെ പോകാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും 1000 നന്ദി. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 31 അധ്യായം 9 പലപ്പോഴും പരിശുദ്ധ അമ്മയുടെ ഈ സന്നിധിയിൽ പലരും വരുന്നത് കണ്ണീരോടെയാണ്. പരിശുദ്ധ അമ്മ വഴി കൃപാസനം അമ്മയിലൂടെ ഈശോയിൽ നിന്നാണ് നമുക്ക് ആശ്വാസം ലഭിക്കുന്നത്. ദുഃഖങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ ഒരാശ്വാസമാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. പരിശുദ്ധ അമ്മയാണ് ആശ്വാസത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. സുഗമമായ വഴിയിലൂടെ ഇടറാതെ തളരാതെ ഈശോയിലേക്ക് നയിക്കുന്നതും ഉടമ്പടിയിൽ നിലനിർത്തുന്നതുമൊക്കെ പരിശുദ്ധ അമ്മയുടെ ആ സ്നേഹവും സംരക്ഷണവുമാണ്. അങ്ങനെയുള്ള ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒരു നല്ല സാക്ഷ്യമാണ് ജോഷി വിൽസൺ നമ്മോട് പങ്കുവച്ചത്. ഒരു ബന്ധുവിൽ കൂടിയാണ് കൃപാസനത്തെപ്പറ്റി ആദ്യമായിട്ട് അറിഞ്ഞത്. പിന്നീട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും കൈവേദന പോവുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഉടമ്പടി എടുത്തു. ഐലൻഡിൽ പോകാനുള്ള ആഗ്രഹത്തോടെയാണ്. പക്ഷേ പല അറ്റംപ്റ്റ് ചെയ്തെങ്കിലും അതൊന്നും സക്സീഡായില്ല. ഒന്നാമത്തെ കാര്യം, അയർലൻഡിൽ കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം ലാബ് ടെക്നീഷ്യനാണ്. ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് കിട്ടുവാനായിട്ട് സാധ്യത കുറവാണ്. പിന്നീട് നഴ്സിംഗ് എക്സ്പീരിയൻസ് ഇല്ല, ഏജ് ഓവറാണ്. അതൊക്കെ നോക്കുമ്പോഴത്തേന് യാതൊരു രീതിയിലും ഒരു മെറിറ്റുമില്ല ജോഷി വിൽസണ്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാൽ ഒരു വഴി തേടുകയായിരുന്നു ഈ മകളുടെ ഒരാഗ്രഹം. അങ്ങനെയാണ് നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു.
അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുന്നത്. ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് അയർലൻഡിലാണ് ജോലി ലഭിച്ചിരിക്കുന്നത്. അതും അമ്മ തന്നെയാണ് ഈ ജോലി നൽകിയെന്നുള്ള ഒരു പ്രത്യേക ഒരു പ്രാധാന്യമുണ്ട്. കാരണം അത് 7 എന്ന ഡേറ്റിലാണ് ഈ മകള് അയർലൻഡിന് പോകുന്നത്. ജൂലൈ 7, അതായത് ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായ മക്കൾക്കെല്ലാവർക്കും 7 എന്ന അക്കം കൂടുതൽ പ്രാധാന്യമുണ്ട്. കാരണം അമ്മയുടെ ഒരു സാന്നിധ്യം, അമ്മയുടെ ഒരു സഹായം നമുക്കിതിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച ഒരു അനുഗ്രഹമായിട്ടാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് ഈ മകൾ പറയുന്ന ഇൻ്റർവ്യൂയുടെ സമയത്തും പല പ്രാവശ്യവും 2-3 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തെങ്കിൽ അത് കിട്ടിയില്ല. പക്ഷേങ്കിൽ പിന്നീട് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് പറയുന്നത്. കാരണം എനിക്കിവിടെ യാതൊരു മെറിറ്റുമില്ല ഈ ജോലി കിട്ടുവാനായിട്ട്, ഇത് പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ കൃപയാലാണെന്നാണ് വീണ്ടും വീണ്ടും ജോഷി വിൽസൺ നമ്മോട് ആവർത്തിച്ച് പറഞ്ഞത്. കാരണം അത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മൾക്കൊരു കഴിവുമില്ലെങ്കിലും ഗ്രേസിലാണ് നമ്മൾക്ക് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കുന്നത്. നമ്മുടെ കൂടെ ആ ദൈവ സാന്നിധ്യമുണ്ട്. ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും വാത്സല്യവും പരിപാലനയും നമ്മുടെ ഒപ്പമുള്ളതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആ ദൈവത്തിൻ്റെ സഹായം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം സങ്കീർത്തനം 91:14 പറയുന്നത് പോലെ അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ടാണ് ഞാൻ അവനെ സംരക്ഷിക്കുന്നു എന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഉടമ്പടിയിലൂടെയാണ് നാം ദൈവത്തോട് സ്നേഹത്തോടെ ഒട്ടി നിൽക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ആ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ജോഷി വിൽസൻ്റെ ജീവിതത്തിൽ അവിടെ മെറിറ്റ് ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപയാലാണ് ഈ മകൾക്ക് ജോലി കിട്ടി ജൂലൈ 7 അയർലൻഡിന് പോകുന്നത്. പിന്നീടുണ്ടായിരുന്ന കടബാധ്യതയും പ്രോപ്പർട്ടി വിൽക്കാൻ സാധിച്ചതിൻ്റെ ഫലമായിട്ട് കടബാധ്യത നീക്കുവാൻ സാധിച്ചു. ആക്സിഡൻ്റ് സമയത്തും ദൈവത്തിൻ്റെ ഒരു വലിയൊരു സംരക്ഷണമാണ്. എല്ലാവരും വിചാരിച്ചു ആളില്ല എന്ന് വിചാരിക്കുമ്പോഴും അവിടെയും താങ്ങി നിർത്തുന്ന ആ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധ അമ്മയുടെ കരുതലും ഈ മകളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിച്ചു. ജോലി കിട്ടിയപ്പോൾ ഇൻ്റർവ്യൂയുടെ സമയത്ത് ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞ ആ ഉത്തരം വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഈ മകൾ പറഞ്ഞത്, അവർ ചോദിച്ച ചോദ്യത്തിന് എന്തുകൊണ്ടാണ് ഈ ഫീൽഡ് സെലക്ട് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ ഈ മകൾ പറഞ്ഞത് അവരെൻ്റെ പേഷ്യൻസ് അല്ല, എൻ്റെ പേരൻ്റാണെന്നാണ്. ഉടമ്പടി ജീവിതത്തിൽ, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ അവർക്ക് മറ്റുള്ളവരെ സ്വന്തം അച്ഛനായിട്ടും അവരെ ശുശ്രൂഷിക്കാനുള്ള ഒരു സന്മനസ്, ഒരു സ്നേഹം നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ ശുശ്രൂഷിക്കാനുള്ള ആ സ്നേഹത്തോടെയുള്ള ആ ഉത്തരം കേട്ടപ്പോഴേ ഒരുപക്ഷെ അതും ആ മെറിറ്റിന് ഒരു വഴി തെളിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടിയിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരുടെ കാരുണ്യപ്രവൃത്തികൾ കൂടുതൽ ചെയ്യുവാനും മറ്റുള്ളവരെ സ്വന്തം കുടുംബത്തിലെ അംഗമെന്ന പോലെ ഉടമ്പടി മക്കളെ സ്നേഹിക്കുവാനും അവർ പരിപാലിക്കുവാനും ഒക്കെ ഉള്ളൊരു നമ്മുടെ ഒരു സന്മനസ് കിട്ടുന്ന ഒരു മനോഭാവം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മകള് ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ സെലക്ട് ആവുകയാണ്. അവിടെയും ഈശോയും അമ്മയും പറഞ്ഞു കൊടുക്കുന്ന ഓരോ ഉത്തരങ്ങളും ഈശോയുടെ അവിടെ ചേർന്ന് നിൽക്കുമ്പോൾ ആ സ്നേഹം അനുഭവിച്ചറിയുമ്പോൾ മറ്റുള്ളവർക്കും ആ സ്നേഹം പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഉടമ്പടിയിലൂടെ അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ തീക്ഷ്ണത നമുക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജോഷി വിൽസൺ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ചും സംരക്ഷണവും ജോലിയും കടബാധ്യതയിൽ നിന്നുള്ള വിടുതലും ക്രമീകരിക്കാനുള്ള ആ സഹായത്തിനുമെല്ലാം എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങൾ 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് മാതാവേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ഒരു സാക്ഷിയാക്കുവാനായിട്ട് എനിക്ക് ഒരു അവസരം തന്നതിന് ഞാൻ കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നു. എൻ്റെ പേര് സിബി ജോർജ്. ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ ലിറ്റിൽ ഫ്ലവർ ചർച്ച് പൂമല ഇടവകാംഗമാണ്. ഇതെൻ്റെ മകൾ ഏഞ്ചൽ സിബി കാനഡയിൽ പഠിക്കുകയും അതിനുശേഷം ജോലി ചെയ്യുകയും ചെയ്യുന്നു. ഇതെൻ്റെ മകളുടെ ഭർത്താവ് വിൻസ്റ്റൺ ചുങ്കത്ത്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് എനിക്ക് കേട്ടറിവ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എൻ്റെ നാട്ടുകാരായിട്ടുള്ള കൃപാസനത്തിൽ വന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നേടുകയും നന്ദി അർപ്പിക്കുകയും ചെയ്തിട്ടുള്ള ധാരാളം ചേച്ചിമാർ കൃപാസനം പത്രം കൊണ്ടുവന്ന് തരാറുണ്ട്. പക്ഷേ ഞാൻ അലസമായി മറിച്ചു നോക്കി
അത് അവരെ നിരുത്സാഹപ്പെടുത്താതെ വാങ്ങിച്ച് വെറുതെ വീട്ടിൽ കൊണ്ട് വയ്ക്കുക എന്നുള്ള അല്ലാതെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് ഒന്നും ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഇനിഷ്യേറ്റീവ് എടുക്കാറുമില്ല. പക്ഷേ ഞാൻ ഒരു സാധാരണ ഒരു ആവറേജ് ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു രീതിയിൽ പോകുന്ന ഒരാളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ കൃപാസനത്തെക്കുറിച്ച് കേട്ടറിവുണ്ടെങ്കിലും ഞാൻ അതത്ര മൈൻഡ് ചെയ്യാറില്ല. സാധാരണ കേരളത്തിൽ നടക്കുന്ന ധ്യാന കേന്ദ്രങ്ങൾ പോലെ തന്നെ ഒരു സ്ഥാപനം, അതിൽ കവിഞ്ഞ് കൃപാസനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാനോ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനോ ഞാൻ ശ്രമിച്ചിരുന്നില്ല. അതാണ് എൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും വലിയൊരു വീഴ്ച. ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഒരു ആമുഖം എന്ന പോലെ ഞാൻ പറയാം. ഇത് എൻ്റെ മോൾ ഏഞ്ചൽ സിബി. ഇവൾ 10ാം ക്ലാസ് മുതൽ എല്ലാ വിഷയങ്ങൾക്കും നന്നായി പഠിക്കുകയും +2-നും നല്ല മാർക്ക് വാങ്ങിക്കുകയും അതുവഴി കോട്ടയം മെഡിക്കൽ കോളേജിൽ മെറിറ്റ് സീറ്റിൽ ഫാർമസ്യൂട്ടിക്കൽ സയൻസിന് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അതിനുശേഷം അവൾക്ക് തുടർന്ന് പഠിക്കാനായിട്ട് കാനഡയിൽ പോകണമെന്നുള്ളൊരാഗ്രഹമുണ്ടായിരുന്നു. അതിനായിട്ട് അവൾ കാര്യമായി ഒരു ഒരുക്കവും നടത്താതെ IELTS എക്സാം എഴുതി ഫസ്റ്റ് ചാൻസ് തന്നെ അവൾക്ക് ആവശ്യമായ സ്കോറും കിട്ടി. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കോൺഫിഡൻസ് ഒരു ഓവർ കോൺഫിഡൻസ് ആകുകയും നമ്മുടെ കഴിവുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ മക്കളുടെ കഴിവുകൊണ്ടാണ് നടക്കണമെന്നുള്ള ഒരു തെറ്റായ ഒരു ധാരണയിലൂടെ ഞാൻ ചരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ അതേപോലെ തന്നെ കാനഡയ്ക്കുള്ള വിസ പ്രോസസ്സിങ്ങൊക്കെ ഇവളുടെ സുഹൃത്തുക്കളായിട്ടുള്ള പല കുട്ടികളും പല ആവൃത്തി ചെയ്തിട്ടും അവർക്ക് നടക്കാൻ ഒരുപാട് തടസ്സങ്ങൾ വരികയും ചെയ്ത സാഹചര്യത്തിൽ ഇവിടെ അതും ഫസ്റ്റ് ചാൻസ് തന്നെ അതും കിട്ടി. അപ്പോൾ നമ്മൾക്ക് സന്തോഷം ഇരട്ടിക്കുകയും അതുവഴി നമ്മളൊരു യാന്ത്രിക ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ് ഉണ്ടായത്. എന്നാൽ നിർഭാഗ്യവശാൽ കാനഡയിൽ എത്തിയതിന് ശേഷം അവളുടെ അനുഭവങ്ങൾ തികച്ചും നിരാശാജനകമായിരുന്നു. അവൾക്ക് അവിടെ സാധാരണ ഇവിടുന്ന് പോകുന്ന എല്ലാ കുട്ടികൾക്കും മനസ്സിലൊരു സങ്കല്പം ഉണ്ടാവും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ 1-2 മാസത്തിനുള്ളിൽ പാർട്ട് ടൈം ജോലി കിട്ടും, അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് അവർക്ക് തുടർന്ന് പഠിക്കുകയും അവർക്ക് അതിനുള്ള ജീവിത മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ കഴിയുകയും ചെയ്യുമെന്നുള്ളൊരു കണക്കൂട്ടിലാണ് എല്ലാവരും വിദേശങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നത്. പക്ഷേ എൻ്റെ മകളുടെ അനുഭവത്തിലുണ്ടായത് 1.5 വർഷമായിട്ടും അവൾക്കൊരു പാർട്ട് ടൈം ജോലി അവിടെ കിട്ടിയില്ലെന്ന് മാത്രമല്ല GSC അക്കൗണ്ടിലുണ്ടായിരുന്ന പൈസ മുഴുവൻ ചിലവായി. അതിനുശേഷം മാസം തോറും ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് വളരെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ഓരോ മാസവും ചിലവിന് അയച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ അവസരത്തിൽ എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ സാധാരണ റൂട്ടിലുള്ള പ്രാർത്ഥനയും ജീവിതചര്യകളും കൊണ്ട് എൻ്റെ മക്കളും കുടുംബവും രക്ഷപ്പെടില്ല എന്നുള്ള ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു തോന്നലുണ്ടായി. അപ്പോൾ പോലും എനിക്ക് കൃപാസനത്തിൽ വരണമെന്നുണ്ടെങ്കിലും കൃപാസനത്തിലൊരു ഉടമ്പടി എടുക്കുക എന്നുള്ള ഒരു ചിന്തയിലൊന്നും അല്ല ഞാൻ ഇവിടേക്ക് വന്നത്. കൃപാസനത്തിൽ വന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് പോവുക, സാധാരണ ആൾക്കാർ പറഞ്ഞ പോലെ കൃപാസനത്തിൽ എന്താ നടക്കണമെന്നുള്ള അറിയാനുള്ളൊരാഗ്രഹവും അതുവഴി ഒന്ന് പ്രാർത്ഥിച്ച് പോവുക എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഞാനിവിടെ വന്നത്. പക്ഷേ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഞാൻ കൃപാസനത്തിലേക്ക് വന്നത് വടക്കാഞ്ചേരിയിൽ നിന്നും ട്രെയിൻ കയറി ആലുവ വരെ നിന്ന് അതിനുശേഷം ബസ്സിലും എനിക്ക് സീറ്റ് കിട്ടാതെ ഇവിടെ വന്ന് ഇറങ്ങി ഈ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് കടന്നു. കൃപാസനത്തിൻ്റെ ഗേറ്റ് കടക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു ഉൾവിടി ഉണ്ടായി. നീ ഇവിടെ വന്നൊന്നും കണ്ടിട്ട് പോകുമൊന്നും വേണ്ട, നീ ഉടമ്പടി എടുത്തിട്ട് അങ്ങോട്ട് പൊക്കോന്നുള്ള ആരോ എൻ്റെ മനസ്സിൽ പറയുന്ന പോലെ എനിക്കുണ്ടായി. ഞാൻ അപ്പോൾ 11 മണിക്ക് 5 മിനിറ്റ് സമയമുള്ളപ്പോഴാണ് ഞാനിവിടെ വന്നത്. ഞാൻ ഓടി തന്നെ പോയിട്ട് ഇവിടെ വന്ന് ഒരു പ്രേക്ഷിതയോട് ചോദിച്ചു, ഉടമ്പടി എടുക്കുന്ന കൗണ്ടർ എവിടെയെന്ന് വെച്ചാൽ. അപ്പം സമയം എന്തേ കഴിയാമ്പോൾ വേഗം ഓടിക്കോ, 100 രൂപ കയ്യിലെടുത്തിട്ട് ആദ്യം ചെല്ലുന്നവർക്ക് ഒരു ടോക്കൺ കൂടെ ഉള്ളൂ കിട്ടും എന്ന് പറയും. ഞാൻ വേഗം ചെന്ന് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ടോക്കണായിട്ട് എനിക്ക് ആ ടോക്കൺ കിട്ടി. 11 മണിക്കുള്ള ഉടമ്പടി ക്ലാസ്സിൽ ഞാൻ കയറുകയും ചെയ്തു. അങ്ങനെ അന്ന് ഉടമ്പടി എടുക്കാനും സാധിച്ചു. പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ മുതൽ എനിക്ക് തീവ്രമായിട്ടുള്ള ഒരു ചിന്താഗതി എനിക്ക് ഓടി. ഇനി ഞാൻ ഈ ഉടമ്പടിയിൽ എന്നെ കൊണ്ട് കഴിയുന്ന അത്ര രീതിയിൽ ഈ ഉടമ്പടിയിലെ നടപടിക്രമങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നേറണം. പിന്നെ എൻ്റെ മനസ്സിൽ തോന്നിയത് എൻ്റെ നിയോഗങ്ങൾ അത് ഒരു സൈഡിൽ കിടക്കട്ടെ, പക്ഷേ ഞാനൊരു ശരാശരി ക്രിസ്ത്യാനിയിൽ നിന്നും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി മാറി തുടർന്നുള്ള ജീവിതം അങ്ങനെ ജീവിക്കണമെന്നുള്ള ഒരു തീവ്രമായൊരു ആഗ്രഹം എനിക്കുണ്ടായി. അതുവഴി ഞാൻ ഉടമ്പടിയിൽ എടുത്തിട്ടുള്ള എൻ്റെ ആ ചിട്ടവട്ടങ്ങളെല്ലാം കൃത്യമായി തന്നെ പാലിച്ചുകൊണ്ട് ഞാൻ മുന്നേറാൻ തുടങ്ങി. ഞാൻ രാവിലെ 5:30 മണിക്ക് എഴുന്നേൽക്കുന്നു. എൻ്റെ ഭാര്യ എന്നോടൊപ്പം എഴുന്നേൽക്കും, അപ്പച്ചനുണ്ട്. ഞങ്ങൾ 3 പേരും കൂടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നു. തുടർന്ന് അതിനുശേഷം ഞങ്ങൾ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയിട്ട് കുർബാനയിൽ പങ്കുകൊള്ളുന്നു, കുർബാന സ്വീകരിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമായിരുന്നു ആദ്യം ഞങ്ങൾ കുമ്പസാരത്തിൽ പങ്കെടുത്തിരുന്നത്. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും, കുർബാന സ്വീകരിക്കും. പിന്നീട് അത് ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലെന്നുള്ള അത് ഏറെക്കുറെയൊക്കെ നടന്നിട്ടുണ്ട്. മുഴുവനായിട്ട് നടന്നുവെന്ന് ഞാൻ അവകാശപ്പെടുന്നുമില്ല.
അപ്പോൾ എനിക്കുണ്ടായുള്ള അനുഭവം പറഞ്ഞു. ഞാൻ ഈ ഉടമ്പടി എടുത്ത് 44-ാം ദിവസം എൻ്റെ മോൾക്ക് അവിടെ ഒരു പാർട്ട് ടൈം ജോലി അവൾ പോലും പ്രതീക്ഷിക്കാതെ ആരോ വിളിച്ചു കൊടുത്ത പോലെ കിട്ടി. അതിലുള്ള അതീവ സന്തോഷവതിയായിരുന്നു. അങ്ങനെ ആ പാർട്ട് ടൈം ജോലിയും അവൾ തുടർന്ന് പഠിത്തവുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പ്രതിസന്ധികൾ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഇവൾ അവിടെ കാനഡയിൽ 2 വർഷം പഠിക്കാൻ പോയത് 2 കോഴ്സ് എടുത്തിട്ടാണ്. ഇവിടെ പഠിച്ച B.Pharm പാസ്സായി പോയ ആൾ അവിടെ ഫാർമസ്യൂട്ടിക്കൽ സയൻസിൻ്റെ തന്നെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് 1 ഇയർ എടുത്തു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് അവിടെ 2 വർഷം പഠിക്കുക എന്നുള്ള രീതിയിൽ ആ കോളേജിൽ തന്നെ കിട്ടിയ ഒരു കോഴ്സും എടുത്തു. പക്ഷേ ഈ രണ്ടാമത്തെ കോഴ്സ് പഠിച്ച് കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവൾ അറിയണത് ഫസ്റ്റ് ഇയറിൽ ലാബ് എക്സാമിന് 2% മാർക്ക് കുറവായതിൻ്റെ പേരിൽ ഇവളുടെ റിസൾട്ട് അവിടെ വിത്ത്ഹെൽഡാണ്. അപ്പോൾ ഇവൾക്ക് ആ കോഴ്സ് പഠിച്ചതിൻ്റെ യാതൊരു ഗുണവുമില്ല. ഇവൾ രണ്ടാമത്തെ അത് കഴിഞ്ഞ് കോളേജിൽ അന്വേഷിച്ചപ്പോഴാണ് അറിയണത് അതിന് വീണ്ടും റീഅപ്പിയർ ചെയ്യാനുള്ള അവസരവും കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കോഴ്സിൻ്റെ ബേസിൽ 1 വർഷം അവിടെ പഠിക്കാം, അത് കഴിഞ്ഞ് 1 വർഷം സ്റ്റേ ബാക്കും കിട്ടും. അപ്പോൾ നമ്മുടെ പ്രതീക്ഷകളും എല്ലാ സ്ഥാനത്തായി. അപ്പോൾ ആ സമയത്ത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു രൂപവും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനിവിടെ കൃപാസനത്തിൽ വന്നിട്ട് ഇവളുടെ ഈ വിഷയം ഞാൻ ഇവിടെ അച്ഛനെ കാണാൻ വേണ്ടി നിന്നു. ഒരുപാട് നേരം ബുദ്ധിമുട്ടിയിട്ടാണ് അച്ഛനെ കാണാനുള്ള ടോക്കൺ കിട്ടി. ഞാൻ ഈ അൾത്താരയിൽ വന്നു. അച്ഛൻ്റെ അടുത്ത് ഈ ഫയലുകളെല്ലാം സമർപ്പിച്ചു. സാധാരണ അച്ഛൻ അങ്ങനെ കൂടുതലൊന്നും ചോദിക്കാറില്ല. അച്ഛൻ അത് മേടിച്ച് നോക്കും, പ്രാർത്ഥിക്കും, ബ്ലെസ് ചെയ്യും, തിരിച്ച് ആൾക്കാരെ ഉടനെ കണ്ടു. പക്ഷേ ഇത് എൻ്റെ ഫയൽ കിട്ടിയ വെച്ചാൽ അച്ഛൻ ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു, മോളവിടെ എന്താ പഠിക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവൾ ഫാർമസ്യൂട്ടിക്കൽ സയൻസ് അച്ഛൻ പഠിക്കണേന്ന് പറഞ്ഞു. പിന്നെ അച്ഛനൊന്നും മിണ്ടിയില്ല. അച്ഛൻ വേഗം എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അൾത്താരയിൽ കൊണ്ടുപോയിട്ട് ആ ഫയലുകൾ മുട്ടിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം അച്ഛനൊരു കാശ് രൂപ എടുത്ത് തന്നു. എന്നിട്ട് പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോന്ന് പറഞ്ഞു. അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇവൾ വീണ്ടും കോളേജിൽ ചെന്ന് കോളേജ് അധികാരികളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ ട്യൂട്ടർ ഇൻചാർജിനെ പോയി കാണുക. ഇനി അവർക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ കോഴ്സ് ഇനി ആ കോളേജ് തുടരുന്നില്ല. രണ്ടാമതൊന്ന് റീഅപ്പിയർ ചെയ്യാനുള്ള അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ആ പറഞ്ഞ ആ കോളേജുകാർ ട്യൂട്ടർ ഇൻചാർജിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യ്, പെട്ടെന്നൊരു റിക്കവറി പ്ലാൻ ചെയ്യാൻ നിങ്ങൾക്ക് തയ്യാറാണോ എന്ന് ചോദിച്ചു. അതിന് അതിൻ്റെതായ ഫീസുകൾ അടച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ. അപ്പോൾ ഉടനെ അവൾ പറഞ്ഞു ലാസ്റ്റ് ചാൻസ് അല്ല, ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ആ റിക്കവറി പ്ലാനിൽ അവൾക്ക് ആ എക്സാം അറ്റൻഡ് ചെയ്യാനും അങ്ങനെ ആ എക്സാമിൽ ഫസ്റ്റ് ചാൻസ് തന്നെ അവൾക്ക് പാസ്സാകാനും സാധിച്ചു. അങ്ങനെ ആ ഫസ്റ്റ് കോഴ്സും രണ്ടാമത്തെ കോഴ്സും ഒപ്പം അവൾക്ക് കംപ്ലീറ്റ് ചെയ്ത് നല്ല റിസൾട്ടോട് കൂടിയിട്ട് അവൾക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും സാധിച്ചു. അതിനുശേഷം അവൾക്ക് അതിനോട് ബന്ധപ്പെട്ടുള്ള ജോലി കിട്ടുകയും ചെയ്തു. അതേക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് മോൾ പറയുന്നതായിരിക്കും. കൂടാതെ എനിക്ക് രണ്ടാമതായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം, ഞാൻ ഈ നേർച്ച വസ്തുക്കളായിട്ടുള്ള ഉപ്പും തേനും തൈലവും എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കുമായിരുന്നു. വീട്ടിൽ നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലും അതുകൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോകാറുള്ളത്. 24 വർഷമായിട്ട് ഞങ്ങളുടെ ഒരു വസ്തു വാങ്ങിച്ചത് പോക്കുവരവ് നടത്താതെ സാങ്കേതിക തടസ്സത്തിൽ കിടക്കുകയായിരുന്നു. അപ്പം ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. 24 വർഷമായിട്ട് പോക്കുവരവ് നടത്താത്തൊരു വസ്തു പോക്കുവരവ് നടത്താമെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർക്കറിയാം ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അതിന് ഒരുപാട് നൂലമാലകളുണ്ട്. അപ്പോൾ ഞാൻ ഒരാളോട് എന്നെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു നടക്കുമെന്ന് തോന്നണില്ല, നീ ഒരു കാര്യം ചെയ്യ്, കുടിക്കട സർട്ടിഫിക്കറ്റും അതൊക്കെ എടുത്തിട്ട് ചെന്ന് നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പോയിട്ട് അതുവരെയുള്ള കുടിക്കട സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഈ ഫയലുകളെല്ലാം എടുത്തിട്ട് ഞാൻ ഈ വിശ്വാസപ്രമാണം ചൊല്ലി ഈ മാതാവിൻ്റെ ഉപ്പ് ആ ഫയലുകളിലും വിതറി കുറച്ച് ഉപ്പ് ഞാൻ കയ്യിലും കരുതി നേരെ വില്ലേജ് ഓഫീസിൽ ചെന്നു. വില്ലേജ് ഓഫീസിൻ്റെ എൻട്രൻസിൽ അത് വിതറിക്കൊണ്ട് ഞാൻ അകത്തേക്ക് കടന്നു. അവിടെ ചെന്നപ്പോൾ പുതിയൊരു ഓഫീസറാണ്. ആൾ എന്താ കാര്യം എന്ന് ചോദിച്ചു. ഇന്നതാ കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല, നിങ്ങൾ കുടിക്കട സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് വരണം. അപ്പോൾ സാറെ കുടിക്കട സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആളത് മേടിച്ച് നോക്കി ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അന്ന് തന്നെ ആ കാര്യം നടന്നു. അത് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണെന്ന് അതിനോട് ബന്ധപ്പെട്ട എല്ലാവരും പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് ഉടമ്പടിയിൽ തീവ്രമായിട്ട് അതിൻ്റെ അനുഷ്ഠാനങ്ങൾ നടത്തിയതിൻ്റെ ഫലമായിട്ട് എനിക്ക് 25 വർഷമായിട്ട് സ്ഥിരം മദ്യപിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഞാൻ ആ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ആ ശീലം ഉപേക്ഷിക്കുകയും ചെയ്തു. ഇപ്പം ഞാൻ ഉടമ്പടിയിലായിട്ട് 6ാമത്തെ തവണ ഞാൻ പുതുക്കണം. ഈ സമയത്ത് മുഴുവൻ തുടർച്ചയായിട്ട് ഞാൻ ഉടമ്പടിയിലാണ്. ഇന്ന് വരെ ഞാൻ ആ ഒരു ദുശീലത്തിലേക്ക് ഞാൻ കടന്നു പോയിട്ടില്ല. അതേപോലെ തന്നെ എൻ്റെ വീട്ടിലാണെങ്കിലും
പെട്ടെന്ന് എനിക്ക് ദേഷ്യപ്പെടുന്നൊരു സ്വഭാവമുണ്ട്. നിസ്സാര കാര്യം വരെ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും. എൻ്റെ ആ ദേഷ്യപ്പെടുന്ന സ്വഭാവം ഓൾമോസ്റ്റ് ഒരു 90% മാറിയെന്നാണ് എൻ്റെ വിശ്വാസം. അതിലും മാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും എനിക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ എൻ്റെ മകൻ IT ഫീൽഡിൽ ജോലി ചെയ്യുമായിരുന്നു. അവന് വേണ്ടിയിട്ട് അവൻ 4 വർഷം ഒരു കമ്പനിയിൽ അടുപ്പിച്ച് ജോലി ചെയ്തെങ്കിലും അവന് സാലറി വളരെ കുറവായിരുന്നു. അപ്പം ഞാനത് ഒരു 3ാമത്തെ നിയോഗമായിട്ട് അത് വെച്ച് പ്രാർത്ഥിക്കുകയും ഒരു പുതുക്കലിൽ അതിനുശേഷം അവന് പുതിയൊരു കമ്പനിയിൽ നിലവിലുണ്ടായിരുന്നതിൻ്റെ 3 ഇരട്ടി സാലറിയിൽ മാതാവ് അവന് ജോലി കൊടുത്ത് അവനെ ഉയർത്തുകയും ചെയ്തു. അത് സാമ്പത്തികമായിട്ടും അല്ല മാനസികമായിട്ടും ഞങ്ങളുടെ കുടുംബത്തിനും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു പ്രത്യേക ഒരു കൃപയാണ് മാതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ എൻ്റെ 2 സഹോദരങ്ങൾക്ക് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ അത് നിയോഗങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനകളിലും അതിൻ്റേതായ രീതിയിലുള്ള ഗുണങ്ങൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അവർ സന്തോഷമായിട്ട് ജീവിക്കേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പാടില്ലാത്ത ആണോ പറയാവുന്നതാണോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും എൻ്റെ ഒരു അനുഭവ സാക്ഷ്യമായിട്ട് ഞാനത് രേഖപ്പെടുത്തുന്നു. ഇനി തുടർന്ന് ബാക്കി എൻ്റെ മകൾ പറയും. എൻ്റെ പേര് ഏഞ്ചൽ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2023 ഓഗസ്റ്റിലാണ് കാനഡയിലേക്ക് പോണത്. പോകുന്ന സമയം എല്ലാ കുട്ടികളെയും പോലെ എൻ്റെയും പ്രതീക്ഷ അവിടെ ചെല്ലാം, ഒരു പാർട്ട് ടൈം ജോലി പഠിക്കുന്നതിൻ്റെ ഒപ്പം ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു പോയിരുന്നത്. പക്ഷേ ഞാൻ അവിടെ എത്തി, അവിടുത്തെ അവസ്ഥകളെല്ലാം കുറേ വ്യത്യാസമായിരുന്നു. ഞാൻ നിന്നിരുന്ന സ്ഥലത്തിൻ്റെ പേര് ഒഷാവയായിരുന്നു. പക്ഷെ അവിടെ സാധാരണഗതിയിൽ കുട്ടികൾക്ക് ജോലി കിട്ടാൻ ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കും കൂടി ആയതുകൊണ്ട് അതെൻ്റെ മാനസികമായ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിൽ ആക്കി. പഠിക്കാൻ പോവും, അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എക്സാംസും കാര്യങ്ങളും വരും. അപ്പം ഞാൻ അതിൻ്റെ ഒപ്പം പോവും. പക്ഷെ ഇന്ന് ശരിയാവും, നാളെ ശരിയാവും, ജോലി ശരിയാവും എന്നുള്ള രീതിയിൽ എന്നും പോകാൻ തുടങ്ങി. പക്ഷെ അന്നൊന്നും എനിക്കിങ്ങനെ ഒരു കൃപാസനം ഉണ്ടെന്നോ മാതാവിനെ പറ്റിയുള്ള കാര്യങ്ങളോ അതിനെപ്പറ്റിയൊന്നും എനിക്കൊന്നും അറിയുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ ഭയങ്കരമായിട്ട് ഒരു നിരാശയിലേക്ക് പോകാൻ തുടങ്ങി. മാത്രമല്ല അവിടുത്തെ ക്ലൈമറ്റ് എല്ലാം തന്നെ ഭയങ്കരമായിട്ട് സമ്മർദ്ദത്തിലാക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അപ്പയും അമ്മയും ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അവർ പോയിരുന്നു, ഉടമ്പടി എടുത്തിരുന്നു, ഇങ്ങനെ കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിരുന്നു, ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഇതൊക്കെ എന്നോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ടൈമിൽ ഞാൻ പതുക്കെ അപ്പം ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക. അത് പരമാവധി ഞാൻ റെസ്യൂമെയും കാര്യങ്ങളൊക്കെ അയക്കാനും എല്ലാം ചെയ്തു. ഇൻ്റർവ്യൂ വരും, ഞാൻ പോവും, പക്ഷേ ഒന്നും സെലക്ട് ആവില്ല. അങ്ങനെ ഞാനതെല്ലാം ഉപേക്ഷിച്ചു. ആ രീതികളൊക്കെ മാറ്റി ഇനി ഞാൻ പ്രാർത്ഥിച്ച് ദൈവം എന്തെങ്കിലും തീരുമാനിച്ചാൽ തന്നെ ജോലിയുള്ളൂ എന്നുള്ളൊരു രീതിയിലേക്ക് എൻ്റെ മനസ്സ് ആ ഒരു രീതിയിലേക്ക് എത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മയും ഇതിനെപ്പറ്റി പറയുന്നത്. അങ്ങനെ കൃപാസന മാതാവിൻ്റെ കാര്യങ്ങളും ഉടമ്പടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ അതെങ്ങനെയാണ് ചെയ്യുക, എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, ഓൺലൈനായിട്ട് വിദേശത്തുള്ളവർക്ക് എടുക്കാൻ പറ്റും, നീ അങ്ങനെ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഓൺലൈൻ സൈറ്റുകൾ എനിക്ക് കിട്ടുമായിരുന്നു. അതിൽ കയറി ഞാനത് എങ്ങനെയാണെന്നൊക്കെ അതിൻ്റെ നിയോഗവും പ്രാർത്ഥനകളൊക്കെ നോക്കി. പക്ഷേ അപ്പോഴേ എനിക്ക് അത് മുഴുവനായിട്ട് ചെയ്യാനോ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നോ എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷെ അത് ഏകദേശം എനിക്ക് ഒരു രൂപം കിട്ടി. അത് കഴിഞ്ഞിട്ട് അപ്പയും അമ്മയും ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഇവർ ചെയ്യാൻ തുടങ്ങി. ഞാൻ അമ്മയും അപ്പയും പറയുന്നത് അനുസരിച്ചിട്ട് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും പിന്നെ അച്ഛൻ്റെ സാക്ഷ്യങ്ങളും ധ്യാനവും ചൊവ്വാഴ്ച ദിവസത്തിലുള്ള ധ്യാനങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പം അമ്മ പറയും, നീ മറ്റു കുട്ടികളൊക്കെ ജോലിക്കോ അല്ലെങ്കിൽ പഠിക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ ചില ദിവസങ്ങളൊക്കെ തന്നെയായിരിക്കും റൂമിൽ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൂടുതൽ വിഷമം തോന്നും. എന്താ ചെയ്യുക, ഇങ്ങനെ ഒറ്റയ്ക്കായല്ലോ. മാത്രമല്ല നമ്മൾ തമ്മിൽ ഞങ്ങളും വീട്ടിലേക്കാണെങ്കിലും ഒരുപാട് സമയത്തിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പകൽ നടക്കുകയാണെങ്കിൽ പിന്നെ രാത്രിയിലായിരിക്കും വീട്ടിലേക്ക് പറയും, അതിനെപ്പറ്റി സംസാരവും കാര്യങ്ങളൊക്കെ വരിക. അതുവരെ ഒരു തനിച്ചൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഭയങ്കര ഒരു നിരാശയായിരുന്നു കുറേ കാലം. അപ്പം നന്നായി കരയും, ഭയങ്കര വിഷമമായിരുന്നു. എന്ത് ചെയ്യും, എങ്ങനെയായിരിക്കും ഭാവി, ആകുലതകളും കൂടുതലായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാനിങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ ഒരു സമാധാനം കിട്ടും. എന്താ ഇന്ന് ശരിയാവും, നാളെ ശരി, ഒരു പ്രത്യാശയും പ്രതീക്ഷയൊക്കെ കിട്ടുമായിരുന്നു. അച്ഛൻ്റെ ധ്യാനങ്ങൾ എല്ലാം ഞാൻ ഇരുന്ന് കേൾക്കാനും പ്രത്യേകിച്ച് സാക്ഷ്യങ്ങളെല്ലാം ഞാൻ നിരന്തരം കേൾക്കാൻ തുടങ്ങി.
വേറൊന്നും ഞാൻ കേൾക്കില്ല. മറ്റേ ഞാൻ എന്തെങ്കിലും മ്യൂസിക്കോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ മാറ്റാൻ തുടങ്ങി. ഞാനിങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ പതുക്കെ ഓരോരുത്തർ പറയുന്നതും എന്നെപ്പോലെ തന്നെ സ്റ്റുഡൻസായി പോയിട്ട് പ്രശ്നങ്ങളായവരും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ പിന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തരും, അവരുടെയൊക്കെ അനുഭവങ്ങൾ ഞാൻ കേൾക്കാൻ തുടങ്ങി. അതിന് കേൾക്കുന്നതോറും എനിക്ക് ഇതിന് വിശ്വാസം കൂടാനും മാതാവിൻ്റെ അടുത്ത് കൂടുതൽ നേരം ചെലവഴിക്കാനും മാതാവിൻ്റെ അടുത്ത് സംസാരിക്കാനും മാതാവ് എൻ്റെ അമ്മയെപ്പോലെ തന്നെ അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ചില സമയത്ത് ഞാനിങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ചില രാത്രികളൊന്നും എനിക്ക് ഉറക്കേ വരില്ല. എന്ത് ചെയ്യുന്നുള്ള ആ ഒരു ചിന്തയിൽ ഞാൻ ഉറങ്ങില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ പറയും, നീ പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങുമെന്ന് പറയും. അപ്പം ഞാനിങ്ങനെ മാതാവ് എൻ്റെ അടുത്തുണ്ട്, എൻ്റെ അമ്മ എൻ്റെ അടുത്തില്ല, പക്ഷെ എൻ്റെ മാതാവ് എൻ്റെ അടുത്തുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൽ ഞാൻ ഉറങ്ങാൻ കിടക്കും. അങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് ശരിക്കും മാതാവിൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു ഫീലായിരുന്നു. പക്ഷെ അങ്ങനെ എൻ്റെ അമ്മ നാട്ടിലിരുന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, എൻ്റെ മോൾക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റണേ എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യത്തെ ഉടമ്പടി അപ്പയും അമ്മയും എടുത്തു, ഞാൻ ഓൺലൈനായിട്ടും എടുത്തു. ഒരു 44 ദിവസമായപ്പോഴേക്കും എനിക്ക് ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. ഒരു ഫാർമസിയിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. പക്ഷെ അത് കുറേ ദൂരെയായിരുന്നു ആ ഫാർമസി. പക്ഷേ എനിക്ക് ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി, എനിക്ക് ജോലി കിട്ടുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ജോലിയും കാര്യങ്ങളും, അതൊരു പാർട്ട് ടൈം ജോലിയായിരുന്നു. പക്ഷേ ആർക്കും അങ്ങനെ ഒരു അവരവരുടെ പ്രൊഫഷനിൽ തന്നെ കിട്ടുന്നത് കുറവായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കത് മാതാവ് തന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എക്സാംസിൻ്റെ കാര്യങ്ങളും തിരക്കായി. നമുക്ക് ഒരു കൊല്ലം ആവാറായി, അതിൻ്റെ എക്സാംസ് കാര്യങ്ങളും പാസ്സാവേണ്ട ഒരു ടൈമായി. ആ ടൈമിൽ ഞാൻ സാധാരണ പോലെ തന്നെ എക്സാംസിന് പോയി, പ്രാക്ടിക്കലിനും തിയറിക്കൊക്കെ പോയി. പ്രാക്ടിക്കലൊക്കെ പാസ്സായി. പക്ഷേ തിയറിയുടെ എക്സാമിന് ഒരു പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പറിൽ 2% ലോസ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കോഴ്സ് സെറ്റ് ചെയ്തിരുന്നത് 3 സെമസ്റ്റേഴ്സിൻ്റെ കോഴ്സായിട്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഇൻറ്റേൺഷിപ്പ്, സാധാരണ ഒരു 8 മന്ത് കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു 4 മന്തിൻ്റെ ഇൻറ്റേൺഷിപ്പും കൂടെ എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇൻറ്റേൺഷിപ്പിന് പോയി, ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു മെയിൽ വന്നു എന്നുള്ള കാര്യമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 2% ലോസ് എനിക്കൊരു എക്സാമിൻ്റെ തിയറി പേപ്പറിന് ഉണ്ടെന്നോ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. ഞാൻ അത് റിയലൈസ് ചെയ്തിട്ടുമില്ല. അങ്ങനെ ഞാൻ ഇൻറ്റേൺഷിപ്പും കഴിഞ്ഞു. പക്ഷേ എൻ്റെ ഇൻറ്റേൺഷിപ്പിന് വിട്ടു. ഞാൻ 3-4 മാസത്തെ ഇൻറ്റേൺഷിപ്പും ചെയ്തു, കോഴ്സ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ സാധാരണ നമുക്ക് ഗ്രാജുവേഷൻ്റെ ഒരു ഡേറ്റ് വരേണ്ടതാണ്. പക്ഷേ എൻ്റെ മെയിലിലേക്ക് അത് വരുന്നില്ല. എൻ്റെ കൂടെ പഠിച്ച മിക്ക കുട്ടികൾക്ക് അത് വന്നു. അങ്ങനെ ഞാനത് എന്താ എനിക്ക് മാത്രം വരാത്തതെന്ന് അന്വേഷിച്ച് ഓഫീസിൽ ചെന്നപ്പോൾ അപ്പോഴാണ് അവരും പറയണത് എൻ്റെ അടുത്ത്, നിങ്ങൾക്ക് ഇങ്ങനൊരു 2% ലോസ് ഒരു സബ്ജക്റ്റിനുണ്ട്, അതിൻ്റെ കോർഡിനേറ്റർ വിചാരിച്ചാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയണേ. അപ്പം ഞാനാകെ ഭയങ്കര ഡെസ്പറേറ്റായി, എന്ത് ചെയ്യും, എന്താ വഴി എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇനി ഈ കോഴ്സ് ഇപ്പോഴുണ്ട്, ഈ കോഴ്സ് ഒരു 4 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസായ സെമസ്റ്ററിൽ കയറിയിട്ട് എക്സാംസ് എഴുതിയാൽ മതി, നിങ്ങൾക്ക് പാസ്സാവാം, വഴിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാനത് ഓക്കെ ആക്കി. പക്ഷേ അപ്പോഴും നമ്മൾ പിന്നെയും ഫീസ് പേ ചെയ്യണം, സാമ്പത്തികമായിട്ടായിട്ട് നമുക്ക് നഷ്ടമാണ്. അങ്ങനെ കുറേ സ്ട്രഗിൾ പിന്നെയും വന്നു. അങ്ങനെ ഞാൻ ഓക്കെ, അത് വലിയ പ്രശ്നം അല്ല, ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി. പക്ഷേ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, എന്താക്കും, കാരണം ഇത്തിരി സ്ട്രിക്റ്റാണ് അവിടുത്തെ എക്സാംസും കാര്യങ്ങളും. പ്രാക്ടിക്കലാണെങ്കിലും സ്ട്രിക്റ്റാണ്, തിയറി ആണെങ്കിലും സ്ട്രിക്റ്റാണ്. മാം കുറച്ച് സ്ട്രിക്റ്റായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു രക്ഷയുമില്ല. അത് കഴിഞ്ഞ് ഞാൻ അതേപോലെ തന്നെ പിന്നെയും ആ ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്തു, എക്സാംസിന് പിന്നെയും പോയി. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്രാവശ്യം തിയറി ഞാൻ പാസ്സായി, പ്രാക്ടിക്കൽ എനിക്ക് ടഫായി. പ്രാക്ടിക്കൽ ഇപ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ അതൊട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. എക്സാംസ് വരെ ലാസ്റ്റ് മൊമെൻറ്റിലാണ് എനിക്ക് കിട്ടിയൊരു റിസൾട്ട്, അത് എനിക്ക് സോഫ്റ്റ്വെയറിലേക്ക് ആഡ് ചെയ്യാൻ പറ്റാതെ ഞാനത് ഫെയിലാവുക ചെയ്തത്. ആ സബ്ജക്റ്റ് പിന്നെയും ഫെയിലായി. ഇനി
എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു രൂപവുമില്ല. നമ്മളിങ്ങനെ ഫീസ് അടയ്ക്കുകയും ചെയ്യുന്നു, എക്സാംസ് ഇങ്ങനെ 2 തവണയായി ഫെയിലാവുന്നു, എനിക്കൊരു രൂപമില്ല. ആ സമയത്തും ഞാൻ ഉടമ്പടിയിലുണ്ടായിരുന്നു. കൃത്യമായിട്ട് രാവിലെ എഴുന്നേൽക്കും, പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി, എന്താ ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഇതൊക്കെ ചെയ്തിട്ടും ഇപ്രാവശ്യം ഞാൻ ഫെയിലായല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു എനിക്ക്. പക്ഷേ എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ പിന്നെ എല്ലാം പൂർണ്ണമായിട്ടും ഈശോയ്ക്കും മാതാവിനും വിട്ടുകൊടുക്കാൻ തുടങ്ങി. ഇനി എനിക്ക് എൻ്റെ മെറിറ്റ് കൊണ്ട് ഒന്നും നടക്കാനില്ല, ഈശോയുടെ മാതാവിൻ്റെ ഗ്രേസ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു തോട്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങി. ഞാൻ എന്നിട്ട് പ്രാർത്ഥിക്കും, പിന്നെയും പഠിക്കും. പക്ഷേ എനിക്കൊരു ഹോപ്പില്ല. ഇനി ഈ കോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി പഠിക്കുന്നതിൽ തന്നെ ഒരു അർത്ഥമുള്ളൂ. അപ്പോഴും ഞാൻ ചെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, ഇനി തൊട്ട് ഈ കോഴ്സ് അവർ ഇനി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശ. ഇനി എന്ത് ചെയ്യും? ഈ കോഴ്സ് പാസ്സാവാതെ ഇരുന്ന് കഴിഞ്ഞാൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ എനിക്കൊരു ഐഡിയ ഇല്ല എന്താ ചെയ്യുക, എങ്ങനെ ഇത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ അഡ്വൈസറിനെ കാണാൻ പറഞ്ഞു. എൻ്റെ കൂടെ 1-2 കുട്ടികൾക്കും കൂടെ ഇതുപോലൊരു പ്രശ്നം പറ്റി. 2ാമത് കോഴ്സ് എനിക്ക് ശേഷം വന്ന ബാച്ചിലെ 2 കുട്ടികൾക്കും. അപ്പോൾ അവരും ഈ ഒരു സ്ട്രഗിൾ നേരിടുന്നുണ്ട്, ഇനി ഈ കോഴ്സ് കോളേജിൽ ഇല്ല എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റും എന്നുള്ളൊരിതായി ഞങ്ങളങ്ങനെ ചെന്ന് കണ്ടു. അപ്പോൾ ഒരു പ്രതീക്ഷയില്ല, എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ എന്ന്. അങ്ങനെ ചെന്ന് അവരോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു കോഴ്സ് ഒരു മാസത്തേക്ക് സെറ്റ് ചെയ്യാം, അത് ഓഗസ്റ്റ് മാസത്തിലായിരിക്കും എന്ന് പറഞ്ഞു. 2025 ഓഗസ്റ്റിലായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ ആ കോഴ്സ് അത്രയും കാലം ഉണ്ടായിരുന്ന ആ സ്ട്രിക്റ്റ് ആയിരുന്ന പ്രൊഫസറെ തന്നെ മാതാവ് മാറ്റി. അതിന് പകരം ഞങ്ങൾക്കൊരു ഫേവറബിൾ ആയിട്ടുള്ളൊരു സാറ് വരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി എക്സാംസും കാര്യങ്ങളും നടത്തി. ഞാൻ എൻ്റെ ഒരു മെറിറ്റ് കൊണ്ട് തന്നെ, എൻ്റെ ഒരു മെറിറ്റിൽ ഒന്നുമല്ല ഞാൻ പാസ്സായത്, മാതാവിൻ്റെ ഒരു ഗ്രേസ് കൊണ്ട് മാത്രമാണ് ഞാൻ ആ എക്സാംസും കാര്യങ്ങളും ആ കോഴ്സ് തന്നെ പാസ്സാവണത്. അതിന് ഞാൻ ഈശോയോട് ഒരുപാട് നന്ദി പറയുന്നു. മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു. കാരണം അതിന് ശേഷമാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ മാതാവ് കാണിച്ചു തന്നത് പോലെയായി. അപ്പോഴേക്കും ഞാൻ എൻ്റെ പ്രാർത്ഥനാ കാര്യങ്ങളിലെല്ലാം ഞാൻ ഇനി തൊട്ട് ഇനി ഒന്നും എൻ്റെ ഒരു ഇതിൽ ചെയ്യില്ല, എൻ്റെ ഒരു കഴിവ് കൊണ്ട് നടക്കും എന്നുള്ള എൻ്റെ ആ തോന്നലേ പോയി. ഇനി എൻ്റെ ലൈഫിൽ എന്ത് നടന്നാലും അതെല്ലാം ഈശോയുടെ മാതാവിൻ്റെ ഒരു ബ്ലെസ്സിങ് മാത്രമായിരിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ബോധ്യം എനിക്ക് വരികയാണ് ഉണ്ടായത്. അങ്ങനെ ഇരിക്കെ എല്ലാ കുട്ടികൾക്കും പിന്നെ ഒരുപാട് എക്സാംസും ഇൻ്റർവ്യൂവും കഴിഞ്ഞിട്ടാണ്, അവർക്ക് കോഴ്സ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ജോലിയിലേക്കൊക്കെ എത്തുക. എൻ്റെ കേസിൽ ഈശോ മാതാവ് അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. അത്രയും കാലം എനിക്ക് ജോലി ഇല്ലാതെ വിഷമിച്ചിരുന്ന ഞാൻ പിന്നെ എനിക്ക് പിന്നെയും ഒരു ലിങ്ക്ഡിനിൽ ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചുള്ളൂ. ഒരു ഫാംസസിൻ്റെ ഒരു പ്രൊഫൈൽ വരുമായിരുന്നു, അവർക്ക് ഇങ്ങനെ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ സീഷെൽഡ് പോലത്തെ ഒരു സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് ഞാൻ കാണുകയാണ്. ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു. അവരെന്നെ ഇൻ്റർവ്യൂ നടത്തി. അവരെനിക്ക് ഓഫർ ലെറ്റർ തന്നു. കോഴ്സ് കഴിയുന്നേക്കാളും മുന്നേ തന്നെ എനിക്ക് ജോലി കിട്ടി. ജോലി തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പക്ഷെ ജോലി കിട്ടുന്നത് കുറേ ദൂരെ ഒരു സ്ഥലത്താണ്. ഞാൻ നിൽക്കുന്നത് ഒണ്ടാരിയയിലാണ്, പക്ഷെ എനിക്ക് ജോലി കിട്ടുന്നത് ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പ്രോവിൻസിലാണ്. അതൊരു 4-5 മണിക്കൂർ പോകണം. അത് കഴിഞ്ഞിട്ടും പിന്നെയും വാങ്കൂവർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് 60 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഫാർമസി ഉണ്ടായിരുന്നത്. എനിക്കൊരു പരിചയമില്ലാത്ത സ്ഥലം, ഒരു പരിചയമില്ലാത്ത നാട്, പോകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പോയില്ലെങ്കിൽ പിന്നെ അതൊരു അത് മാത്രമേ എനിക്കൊരു മാർഗം ദൈവം കാണിച്ചു തരുന്നുള്ളൂ. പക്ഷെ എനിക്കൊരു പോസിറ്റീവ് ഫീലായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ ചെയ്ത ആളോട് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ ഈശോയും മാതാവ് എൻ്റെ കൂടെ വരും, കടലും കാര്യങ്ങളൊക്കെ കടന്നു വേണം പോകാൻ. അപ്പം ഞാൻ ഈശോയുണ്ട്, എൻ്റെ മാതാവുണ്ട് എൻ്റെ കൂടെ, ആ ഒരു ധൈര്യം മാത്രം വെച്ചിട്ട് അത്രയും ദൂരമുള്ള സ്ഥലത്തേക്ക് ഞാൻ പോവുമായിരുന്നു. പക്ഷെ പോകുന്ന വഴികളിലെല്ലാം എനിക്ക് തനിച്ചാണെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നില്ല. എപ്പോഴും ഈശോ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരും തോന്നുമ്പോഴേക്കും, ഞാൻ പ്രാർത്ഥിക്കുമ്പോഴേക്കും എനിക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ അവിടെ വരുമായിരുന്നു. അങ്ങനെ ഞാൻ ആ സ്ഥലത്തെത്തി, ആ സ്ഥലത്ത് ജോലി ചെയ്യാൻ തുടങ്ങി.
കുറേ മാസങ്ങളോളം ഞാൻ ജോലി ചെയ്യാൻ അത്രയും കാലം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റിയും പ്രോപ്പറായിട്ട് കിട്ടിയിരുന്നില്ല. പക്ഷെ ഞാനവിടെ ചെന്നു ജോലി ചെയ്യാൻ തുടങ്ങി. എനിക്ക് ആ സ്ഥലവും കാര്യങ്ങളൊക്കെ കുറേ കാലമായിട്ട് അവിടുത്തെ ആൾക്കാരും ഞാനും തമ്മിൽ പരിചയമുള്ള പോലെയായിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് പോകാനും യാത്ര ചെയ്യാനും എല്ലാം അവിടുത്തെ ആൾക്കാർ ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. അവർ ഭയങ്കര സന്തോഷത്തോടെയായിരുന്നു അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇന്ത്യയിൽ നിന്നൊക്കെ ഒരാൾ അവിടെ വന്ന് അവിടുത്തെ ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ വരുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഒരു ആവേശമായിരുന്നു. അവർ ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾക്ക് ഇന്ത്യയിൽ അവർ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവിടെ നമുക്ക് ഒരുപാട് മറ്റ് മതസ്ഥരായിരിക്കും ഉണ്ടായിരിക്കുക എന്നൊക്കെയായിരുന്നു. അപ്പം ഞാൻ അവർക്ക് അതൊക്കെ പറഞ്ഞു കൊടുത്തു. നമുക്ക് ഇങ്ങനെയുണ്ട്, മാതാവുണ്ട്. ഞാൻ മാതാവിൻ്റെ രൂപമൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു പള്ളിയിൽ പോകുമ്പോഴൊക്കെ. അപ്പോൾ ചോദിക്കുമ്പോൾ ഇത് ഏത് മാതാവാ, എങ്ങനെയാ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ഒരുപാട് രീതിയിൽ അവർക്ക് നമ്മുടെ മാതാവിനെ പരിചയപ്പെടുത്തി കൊടുക്കാനും അവരോട് എനിക്ക് അവരുടെ അവസ്ഥകളും ജീവിതത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അവർ പറയുമായിരുന്നു. അപ്പം ഞാൻ അവരോട് പറയും, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ എല്ലാം ശരിയാവും, എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ അവരോട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ അവരുടെ കൂടെ ഒരു ഡിന്നറിന് പോകുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും എനിക്ക് എൻ്റെ പേഷ്യൻസായിട്ട് വരുന്ന ആളുകളോടും ഞാൻ സംസാരിക്കുമായിരുന്നു. അവർക്കിതൊക്കെ അറിയാൻ ഒരുപാട് എന്തൂസിയാസം ഉണ്ട്. പക്ഷെ അപ്പം ഞാൻ വിചാരിക്കും, എന്നെ എന്തിനാണ് ഇത്രയും ഐസൊലേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി, എന്നെ കൊണ്ട് മാതാവ് എന്നെ ഒരു ഉപകരണം മാത്രം ആക്കുമായിരുന്നു. എന്നെ യൂസ് ചെയ്തിട്ട് മാതാവ് എന്നിലൂടെ പ്രവർത്തിക്കുകയാണെന്ന് എനിക്ക് പല സമയത്തും തോന്നിയിരുന്നു. പക്ഷെ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. എനിക്ക് ഈവൻ എൻ്റെ പ്രായത്തിലുള്ള ഫ്രണ്ട്സ് ഇല്ലെങ്കിലും അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒരു മനുഷ്യനില്ലെങ്കിൽ പോലും ഞാൻ അവിടെ ഒണ്ടാരിയോയിലുള്ളതിനേക്കാൾ കൂടുതൽ ഹാപ്പി ആയിട്ട് ഈശോ എന്നെ അവിടെ പരിപാലിച്ചിരുന്നു, മാതാവും പരിപാലിച്ചിരുന്നു. പിന്നെ അതുപോലെ അങ്ങനെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അതുപോലെ തന്നെ 2 വർഷമായിട്ട് എനിക്ക് മാരേജിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മീൻസ് മാരേജ് പ്രപ്പോസൽസൊക്കെ വരും, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല, അല്ലെങ്കിൽ മനസ്സിനിണങ്ങിയ ഒരാളെ കിട്ടാത്തൊരു സ്ട്രഗിൾ ഞാൻ ഭയങ്കരമായിട്ട് അനുഭവിച്ചിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. മാരേജിൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് വന്നിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ മനസ്സിനിണങ്ങിയ ഒരാൾ വരുന്നു, അല്ലെങ്കിൽ വിവാഹ തടസ്സവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്നേക്കാൾ കൂടുതൽ ആ ഒരു വിഷമം അനുഭവിച്ചുകൊണ്ടിരുന്ന എൻ്റെ പാരൻസ് ആയിരുന്നു. ഞാൻ അപ്പയും അമ്മയും പറയുമ്പോൾ ഞാൻ ഇവർക്കും വിഷമം ആവരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയും, ശരിയാവും, ഇത്രയും ഈശോയും മാതാവ് നടത്തി തന്നല്ലോ, സമയമാവുമ്പോൾ ഈ മാതാവ് തന്നെ തരും എന്നുള്ള വിശ്വാസം ഞാൻ ഇവരെ കൂടുതൽ ശക്തിപ്പെടുത്തുമായിരുന്നു ആ സമയത്തെല്ലാം. അങ്ങനെ ഇരിക്കെ ഞാൻ മെയ് മാസത്തിൽ വണക്കമാസമായപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിരന്തരം ഞാൻ കൊന്ത ചെല്ലാനും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലാണെങ്കിലും കൂടുതൽ നേരം ലൈവായിട്ടുള്ള കൊന്തയൊക്കെ ചെല്ലാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ വിൻസൻ്റെ പ്രപ്പോസൽ വരുന്നതും ഞങ്ങൾ സംസാരിക്കുന്നതെല്ലാം. ഈ വിവാഹം വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായെന്നുണ്ടെങ്കിൽ ഈ വിവാഹത്തിന് ഒരുപാട് തടസ്സങ്ങൾ മുൻപുണ്ടായിട്ടുള്ള വിവാഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് സത്യം പറഞ്ഞ 2 വർഷമായിട്ട് ആണെങ്കിൽ ആലോചനകൾ നടക്കുന്നുണ്ടെങ്കിലും ശരിയായ രീതിയിൽ ഒരു വിശ്വാസ തീക്ഷ്ണതയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് നമുക്ക് ഒരു വിവാഹാലോചന വേണമെന്ന് നമുക്ക് വളരെ ഒരു വാശി പോലെ ആയിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടിയിൽ ഈ മെയ് മാസം 7-ാം തീയതി ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ 2ാം നിയോഗമായിട്ട് ഈ ആവശ്യം അതിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. അങ്ങനെ മെയ് മാസത്തിൽ ഈ 7-ാം തീയതിക്ക് മുമ്പ് 5-ാം തീയതി തന്നെ ഈ പ്രപ്പോസൽ വിൻസൻ്റെ ഫാദർ വിളിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ ഞാനത് തീരുമാനിച്ചു, എന്തായാലും മെയ് മാസത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി മെയ് മാസ വണക്കത്തിൽ നിയോഗം സമർപ്പിച്ചതിന് ശേഷമാണ് ഞാൻ അതിനെക്കുറിച്ച് പ്രൊസീഡ് ചെയ്യാനായിട്ട് പിന്നെ തിരിച്ചു വിളിച്ചതും. അങ്ങനെ ആ കാര്യങ്ങൾ വളരെ അതിവേഗത്തിൽ 1 മാസം കൊണ്ട് കല്യാണാലോചന നടക്കുകയും ഈ ജൂൺ മാസം 20-ാം തീയതി മനസ്സമ്മതവും ഈ ജൂൺ മാസം 28-ാം തീയതി കല്യാണവും നടത്തി മാതാവ് ഞങ്ങളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചു. അതുമാത്രമല്ല സന്തോഷം, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ള ഒരു അമ്മയുടെ മകനെ, ഒരു സഹോദരിയുടെ ആങ്ങളെയാണ് ഞങ്ങൾക്ക് വിശ്വാസ തീക്ഷ്ണതയും തീവ്രതയുള്ള ഇടവക പള്ളിയിലെ കാര്യങ്ങളിലെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ആണ് ഞങ്ങൾക്ക് ആ വിവാഹത്തിന് കിട്ടിയത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് പ്രത്യേകിച്ച് മാതാവിന് നന്ദിയും ഈശോയ്ക്ക് നന്ദിയും സമർപ്പിക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ
ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, ഒരു ശരാശരി ക്രിസ്ത്യാനിയായ ഞാൻ പള്ളിയിൽ പോകണം, കുർബാന സ്വീകരിക്കണം, കൂദാശ സ്വീകരിക്കണം എന്നുള്ളതാണ്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൊന്നും കാര്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങൾ ഭൂരിഭാഗവും ഞാൻ അക്രൈസ്തവരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലും മെഡിക്കൽ കോളേജ് അതുപോലെയുള്ള ആസ്പത്രികളിലും കോളനികൾ അങ്ങനെയായിട്ടുള്ള താഴെക്കടയിലുള്ള ആൾക്കാർ കൃപാസനത്തെക്കുറിച്ച് അറിവില്ലാത്ത ആൾക്കാരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ആ പത്ര വിതരണം നടത്തിയിരുന്നു. അതേപോലെ തന്നെ 8ഓളം ആളുകളെ കൃപാസനത്തിൽ കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ 6 പേരും അക്രൈസ്തവരായിട്ടുള്ള ആളുകളായിരുന്നു, ബാക്കിയുള്ള ആൾക്കാർ ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാരുമായിരുന്നു. അതേപോലെ തന്നെ ഞാൻ പള്ളിയിലെ കാര്യങ്ങളിൽ ഒന്നുകൂടെ മുൻപന്തിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഞാൻ ഞങ്ങളുടെ ഇടവപ്പള്ളിയിലെ കൈക്കാരനായിരുന്നു. യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ നന്നായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഞാനിപ്പോൾ ഞങ്ങളുടെ പള്ളിയിലെ കേന്ദ്ര സമിതിയുടെ കൺവീനറായിട്ട് മാതാവ് എന്നെ ഉയർത്തി എന്നെക്കൊണ്ട് ആകുന്ന രീതിയിലുള്ള സേവനങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ചെയ്യാനായിട്ടുള്ള അവസരം തരികയും ചെയ്തു. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ഞങ്ങളുടെ പരിസരത്ത് കിഡ്നി രോഗികളും ക്യാൻസർ രോഗികളായിട്ടുള്ള ആളുകൾക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ സാമ്പത്തികമായും അവരെ ആസ്പത്രികളിൽ ഡയാലിസിസിന് കൊണ്ടുപോകാനും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ സമയം കണ്ടെത്താറുണ്ട്. എന്നാൽ കഴിയുന്ന രീതിയിൽ അവരെ സാമ്പത്തികമായിട്ട് സമയം കൊണ്ടും എൻ്റെ ശാരീരികമായിട്ടുള്ള സേവനം കൊണ്ടും അവരെ ഞാൻ സഹായിച്ചുകൊണ്ടിരിക്കും. ആത്മീയ ജീവിതം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും മുടങ്ങാതെ ദേവാലയത്തിൽ പോവുകയും കുർബാനയിൽ പങ്കുകൊള്ളുകയും കുർബാന സ്വീകരിക്കുകയും കൃത്യമായ ഇടവേളകളിൽ കുമ്പസാരിക്കുകയും കുടുംബ പ്രാർത്ഥനകൾ മുടക്കാതെ ഇരിക്കുകയും രാവിലെ 5:30 മണിക്ക് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കേട്ടിട്ടാണ് ഞാനും എൻ്റെ ഭാര്യയും അപ്പച്ചനും ഉണരുന്നത്. അതിനുശേഷം ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അരമണിക്കൂർ ബൈബിൾ വായനയും ചെയ്യും. അതുപോലെ തന്നെ വൈകിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം അരമണിക്കൂർ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു ദിവസം ഞങ്ങൾ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ചൊവ്വാഴ്ചത്തെ ഇവിടുത്തെ ഉടമ്പടി ധ്യാനം മാക്സിമം എല്ലാ ചൊവ്വാഴ്ചകളിലും ഞങ്ങൾ ലൈവായിട്ട് കാണും. അതിന് പറ്റാത്ത ദിവസങ്ങളിൽ യൂട്യൂബിൽ നിന്ന് ആ ആഴ്ച തന്നെ മുടങ്ങാതെ അതും കാണുന്നു. ഇത്രയുമാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ നൽകി എന്നെ കൈപിടിച്ചുയർത്തിയ എൻ്റെ ഈശോയ്ക്കും എൻ്റെ കൃപാസനം മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുള്ള ആളുകളുടെ ഉടമ്പടി ജീവിതത്തിലെ ഒരു ഫോളോ അപ്പ് നടത്താനും എനിക്ക് സാധിക്കുന്നുണ്ട്. അവർക്കും ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. അവരത് നന്ദിയോടെ സന്തോഷത്തോടുകൂടിയും പറയുകയും ചെയ്യുന്നുണ്ട്. അവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ ഉപസംഹരിക്കും. കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. സങ്കീർത്തനം 3:3 വചനമാണ്. ഉടമ്പടിയിലൂടെ നമ്മുടെ ജീവിതമാണ് പരിശുദ്ധ അമ്മയുടെ കൈകളിലൂടെ ഈശോയ്ക്ക് നമ്മൾ സമർപ്പിക്കുന്നത്. ഉടമ്പടി നിബന്ധന തന്നെ ഏറ്റവും വലിയ കാര്യം നല്ല ഒരു ക്രിസ്ത്യാനിയായിട്ട് ആത്മീയ ജീവിതത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും ഈശോയുടെ അമ്മയോടും ചേർന്ന് ജീവിക്കുവാനുമാണ് സാധിക്കുന്നത്. ഈ മകളുടെ കാര്യം നോക്കുമ്പോൾ പലപ്പോഴും പല പ്രതിസന്ധികൾ വരുന്നുണ്ട്. പക്ഷേ അവിടെയെല്ലാം പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് ഓൺലൈൻ ഉടമ്പടിയും അച്ഛൻ്റെയും അമ്മയുടെ ഉടമ്പടി ജീവിതത്തിലുള്ള ആ പ്രാർത്ഥനയാണ്. അമ്മയും അച്ഛനും കൂടെ രാത്രിയിലുള്ള പ്രാർത്ഥനകളിൽ മകൾക്ക് ശക്തി പകർന്നു കൊടുക്കുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 30-31 വചനം പറയുന്ന പോലെ യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയോടെ വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. കാരണം അവരെ താങ്ങി നിർത്തുന്നത് പരിശുദ്ധ കൃപാസനം അമ്മയാണ്. അവരെ സംരക്ഷിക്കുന്ന ആ ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലും ആ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിപാലനയും അനുഭവിച്ചറിയുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സിബി ജോർജിന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹം